ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين ما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني. സ്റ്റേജിലുള്ള ഞങ്ങളുടെ പള്ളിയുടെ പ്രസിഡന്റ് ഷാഹുൽ ഹമീദ്, ഞങ്ങളുടെ കൂടൂർ പ്രസിഡന്റ്, ഞങ്ങളുടെ അവിടുത്തെ വൈസ് പ്രസിഡന്റ്, സദസ്സുകളുള്ള മോമിനികളെ, മോമിനാഥന്മാരായ ഉമ്മമാർ, സഹോദരിമാർ, സുദീർഘമായ ഒരു പ്രഭാഷണം എല്ലാം കഴിഞ്ഞിട്ട് ഇതൊരു കൊരിയ നടന ഒന്നും സ്വർഗത്തെ തോട്ടായിട്ടാണ് മറ്റുള്ളവരുടെ തന്നെയാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ചൊല്ലുന്ന ഈ മജ്ലിസ് വലിയ മഹത്വമുള്ള ഒരു മജ്ലിസായിട്ട് ഒരു സംശയമില്ല. കഴിഞ്ഞുപോയ എല്ലാ മഹാന്മാരുടെ ചരിത്രം ഞങ്ങൾ പരിശോധനയാക്കി നോക്കുമ്പോൾ അങ്ങനെല്ലാവരും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം ചൊന്നാൻ മാറ്റി. നിങ്ങൾ നോക്കൂ, ഒരു മഹാന്മാർ ഒരു സഹാബിയാവട്ടെ കഴിഞ്ഞുപോയ ആര് ചരിത്രം നിങ്ങൾ ഏത് കിതാബിൽ നോക്കിയെങ്കിലും അങ്ങനെല്ലാവരും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം അവിടുത്തെ ജീവിതത്തിൽ ഉണ്ടായ അത്ഭുതകരമായ വിഷയമാണ്. അങ്ങനെ ജീവിതത്തിൽ ഫോളോ ആക്കിയിട്ടും ബാക്കി പഠിപ്പാടി കൊടുത്ത കാര്യം അങ്ങനെ എത്രയോ ചരിത്ര മഹാന്മാരെ ചരിത്ര കിതാബിൽ കാണാൻ. മഹാന്മാരായതും മഹതിമാരുടെ സ്ഥാനത്ത് എത്തിയതും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടായിരിക്കും. ഒരു സംശയമില്ല വിഷയത്തിൽ. ഞങ്ങളെല്ലാം ബുദ്ധിക്കൂ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ബിൻ അദ്ഹം റളിയല്ലാഹു അൻഹു ഒരു സാധാരണ വ്യക്തിയല്ല. എല്ലാവരും ബന്ധുണ്ട് ആ മഹാന്റെ വിഷയം. മക്കത്തിൽ ഹജ്ജിന് തയ്യാറ് പോകുമ്പോ കാല് നടന്നോട്ട് പോയ മഹാൻ പോകുമ്പോ ഓരോരോ മൈലെത്തുമ്പോ 1000 റക്അത്ത് സുന്നത്ത് നിസ്കാരം അപ്പൊ ചൊന്ന വിഷയത്തിലെ ബഹുമാനപ്പെട്ട കൂടെ ഇപ്പൊ പേടിയായതുകൊണ്ട് ജീവിതത്തിൽ ഒരു തപ്പിടി കൂട്ടി വെച്ചില്ല. നിങ്ങൾ നല്ല ശ്രദ്ധിക്കൊണ്ടിരിക്കുക. ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു ആ മഹാൻ ഒരു നാള് ആ റായത്തിൽ ഒരാൾ മൗത്തായപ്പോൾ
മയ്യത്ത് കട്ടിലിങ്ങനെ പിടിച്ചുകൊണ്ട് പള്ളിക്കാടിങ്ങനെ ഒട്ടിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചുമന്നുകൊണ്ട് അല്ലെങ്കിൽ നാഗെല്ലാവർക്കും ഒരു പേടിയുണ്ട് ഈ വിഷയത്തിൽ. ഒരു മനുഷ്യന്മാരുടെ ബാക്കി അവിടെ എല്ലാവരും മരിക്കണം കഴിഞ്ഞു. ആരോഗ്യം ഇന്നങ്ങവും ആരോഗ്യം ഇല്ലാത്തങ്ങവും തെല്ല് തലമും പറയെങ്കിലും എന്തെങ്കിലും ഒരു ഉത്സാഹം വേഗം ചൊല്ലും സാധ്യത പിടിക്കലാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു മയ്യത്ത് കട്ടിലിങ്ങനെ പിടിച്ചോണ്ട് പോകുമ്പോ ഇയാളിങ്ങനെ മനസ്സിൽ എല്ലാവർക്കും ഓർമ്മ വേണ്ടല്ലേ, ഞാൻ മരിക്കിടാൽ നക്ക് മരിക്കുകൊണ്ടു പിടിച്ചോണ്ടവർ ചിന്തന വേണ്ടല്ല. അങ്ങനെ സുബ്ഹാനല്ലാഹ് ആ മയ്യത്ത് കട്ടിലെ ഉൾക ചോറാൽ പൽക്ക് വരെ കേൾക്കില്ല. ആരും ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല എന്തിനെ കേൾക്കട്ടെ? അല്ല ഇബ്രാഹിമേ, നിങ്ങൾ ഈ മൗത്തുടെ വിഷയം മാത്രം നിങ്ങൾക്കാക്കിക്കൊണ്ടുള്ളതല്ലേ? മരിച്ചാൽ പിന്നെ ഒരു ജീവിതം ഉണ്ടല്ലേ? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സയ്യിദുനാ ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ സുബ്ഹാനല്ലാഹ് അത്ഭുതപ്പെട്ടു പോയി. ഇങ്ങനെ ഒരു അത്ഭുതകരമായിട്ട് പൽപ്പരതാണ് മരിച്ചുപോയ കഫനാക്കിയോ മരിച്ചുപോയ മയ്യത്ത് പൽക്ക പറഞ്ഞോണ്ടുണ്ടോ അത്ഭുതപ്പെട്ടു പോയത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ എന്തും പൽക്ക പറഞ്ഞില്ല. മയ്യത്തിങ്ങനെ പിടിച്ചോണ്ട് കൂട്ടോണ്ട് പോണോ പള്ളിക്കാട്. ഇന്നാ മയ്യത്ത് നിസ്കരിക്കണ മറമാട്. അതിൽ പിന്നെ മുഅ്മിനീങ്ങളെ, ബാപ്പ പോയിട്ട് ഉമ്മ പോയിട്ട് ആരുമില്ല, ഒരാളുമില്ല, ജലങ്ങമുത്തങ്ങമാരില്ല, ചങ്ങായിമാരില്ല, കൂട്ടുകുടുംബയില്ല, ഒരാളുമില്ലാത്ത ഖബറിലൂടെ തെച്ചിട്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ ഉൾപ്പെട്ടുണ്ടോ? എന്തിനെ നൻകുട്ടി ഈ മയ്യത്ത് വൽക്ക പറഞ്ഞു? ഈ മയ്യത്ത് എന്ത് നൻകുട്ടിയ വൽക്ക പറഞ്ഞു? ഇത് എന്റെ ജീവിതത്തിൽ ഫസ്റ്റായിട്ട് ഇത് കണ്ടോണ്ടുള്ളോ? ആ ഖബറിലൂടെ മലമാണിട്ടുള്ള കല്ലിൽ വെച്ച് ആൾമാരെ പോയാൽ ബഹുമാനപ്പെട്ടവർ ഒരു കണ്ട അവിടെ പോയോണ്ടില്ല. അവിടെ നിൽക്കുന്ന ആ ഖബറിലൂടെ എന്നിട്ട് സുബ്ഹാനല്ലാഹ് ഖബറിലൂടെ ആ മയ്യത്തുടെ കാലുടെ ഭാഗത്ത് സുബ്ഹാനല്ലാഹ് ഖബറിങ്ങനെ പൊട്ടുന്നു. ഖബർ പൊട്ടിട്ട് ഒരു മനുഷ്യങ്ങനെ പറന്നു വന്നുകൊണ്ടു. ഇന്നാ ലില്ലാഹ് നഗന്താവ് ആ സമയത്ത് സ്പോട്ടിനെ മൂത്തായി പോക പേടിച്ചിട്ട്. പക്ഷേ ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങളെ പോലെയല്ല, ഈമാനുടെ നല്ല ഗട്ടി ഉറപ്പുള്ള ഈമാൻ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ കേൾക്കൽ മൻഅന്താ, നീ ആര് മോനോ? എന്തൊരു ചന്ത നിന്റെ മുഖ, എന്തൊരു കമീസ് നീ കിട്ടുള്ള, എന്തൊരു സ്വാലിഹായ ഒരു മുഖം പ്രകാശിച്ചുകൊണ്ടല്ലേ. എന്തിനേണ്ടി കേൾക്കുമ്പോ ആ മയ്യത്ത് ചൊല്ല്, ആ മനുഷ്യ ചൊല്ല് പലകൊണ്ട് മൂവിനെ ആറുണ്ട്. ഞാൻ ആറുണ്ട് നിങ്ങൾക്ക് വേണ്ട, ഞാൻ ആറുണ്ട് നിങ്ങൾക്ക് വേണ്ട, ഞാൻ ആറുണ്ട് കേൾക്കണ്ട. നിങ്ങൾ ഔത്തുറോത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിട്ട് മയ്യത്ത് നിങ്ങളെ കുഞ്ചിന് വെച്ചിട്ട് കൊണ്ടുപോകുമ്പോ നിങ്ങളൊട്ടിക ഒരാൾ പൽക്ക പറഞ്ഞിട്ടാ ഇബ്രാഹിമേ. അപ്പായിട്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ അത്ഭുതപ്പെട്ട് കേൾക്കുന്നു. അല്ലാഹ് എന്തേ ഒക്കുക കേട്ട ഒരു സൗണ്ട്.
പള്ളി കമ്മിറ്റിയുടെ മുഅ്മിനീങ്ങളെ നിങ്ങൾ ഈ സ്റ്റേജിയാക്കിയത് മുഅ്മിനീങ്ങളെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളായ ഉമ്മമാർ സഹോദരന്മാർ ഈ സ്റ്റേജിൽ തെറ്റുള്ള സദസ്സുള്ള മുഅ്മിനാത്തുമാരെ നിങ്ങൾ ഇപ്പൊ വിധിക്കണം നിങ്ങൾ ഇപ്പൊ ഒരു മനസ്സുകൊരു സമാധാനമുണ്ടോ ആ മനുഷ്യ ചൊല്ലടോ നാനാറുകൊണ്ടുണ്ടാ അന അമലുക എന്താ ബാബാ തോന്നുന്നു ഇതിന് അന അമലുക മാഷാ അല്ലാഹ് നങ്ങ ആക്കിയ നല്ല സ്വാലിഹായ കാര്യ സുന്നത്തായ കാര്യ ഈ നല്ലവരുടെ ലൈറ്റിംഗ് കിട്ടുന്നതും ഇവിടെ എല്ലാവരും കൂടിയതും ഇവിടെ ഇങ്ങനെ വാഴുന്നതും ഇതെല്ലാം ഒരു സുന്നത്തായ ഒരു കാര്യമായിരിക്കും ഒരു സംശയ വിഷയത്തില അല്ലേ ഞാൻ ആ സുന്നത്തായ കാര്യമാണ് എന്റെ സംവിധാനമായ സുന്നത്തിലൊട്ടിക്കണമെങ്കിൽ എതിർക്കുമോ ഞങ്ങളുടെ കൽബിൽ നല്ല ഈമാൻ വിശ്വാസം ഇതെല്ലാം സുന്നത്തായ ഒരു കാര്യമാണ് ആ സ്വാലിഹായ അവർ മനുഷ്യ ഇയാളുടെ ചൊല്ലുന്ന സ്വാലിഹായ സൽക്കർമ്മ സുന്നത്തായ സ്വാലിഹായ സൽക്കർമ്മ ഇനി നിങ്ങൾ നല്ല വിഷയത്തിൽ മുഅ്മിനീങ്ങളെ സുന്നത്തായ കാര്യം ഏത് ഉമ്മമാർക്കാണ് ആദ്യത്തെ നബിയുടെയും പിന്നെ ബഹുമാനപ്പെട്ട വലിയൊരു പണ്ഡിതൻ അബൂ യസീദ് ബിസ്താമി തങ്ങളുടെ ചരിത്രമാണ് ചൊല്ലുന്നത് അതിന് മുന്നോട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നു അവിടെ മക്കളൊട്ടിಗೆ ಕಿರಿಕಿರಿ അവിടെ നല്ല ഭക്തി വരുന്നത് ഇന്ത്യ ജനപതിക സാധാരണ കേട്ട വായിട്ടില്ല സൗണ്ട് എപ്പോഴും നിൽക്കാറില്ല പക്ഷേ നല്ല വാഴണ്ട് കർണാടകത്തിൽ മാത്രമല്ല കേരളത്തിൽ മാത്രമല്ല ഇന്നലെ പോയി എന്ത് ഫുള്ള് വാഴണ്ടായിട്ടുണ്ട് നാളെ ഉടനെ വേഗം എത്തും നിങ്ങൾ പറഞ്ഞു നിങ്ങൾ മാത്രം പിന്നെ വേറെ മുഖ്യ അതിഥിമാരായ ആളുകളെല്ലാം ഉണ്ടാകും എത്ര വേഗം നാളെ വന്നിട്ട് ഇന്നത്തെ പോലെ വേഗം പറഞ്ഞു നല്ല സഹകരിക്കൊണ്ട് സഹകരിക്കൊണ്ടേ വന്ന് തെച്ച് കഴിച്ച് വലിയ കൂലി കിട്ടുന്നത് നല്ല വാഴ നാളെ കേൾക്കാം അള്ളാഹു നല്ല കേൾക്കും പഠിക്കും അള്ളാഹു നൽകുമാറാകട്ടെ ഇപ്പൊ നീ എപ്പോൾ ശ്രദ്ധിക്കും അപ്പൊ സുന്നത്തായ ഒരു കാര്യം അൽഹംദുലില്ലാഹ് ഞങ്ങ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹു അവിടുത്തെ ആ ഒരു മൗലിദ് അത് ഓതുന്നതും അത് പാടുന്നതും വലിയ സുന്നത്തായിരിക്കും ഒരു സംശയമില്ല അപ്പൊ മൗലിദ് ഓതിയ ആരെങ്കിലും ഒരാള് ഹബീബായ നബി തങ്ങളുടെ കാലത്ത് ഇന്നലെ ഉസ്താദേ നോക്കൂ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി ചൊല്ലുന്ന ഗ്രന്ഥ ആരും നിഷേധിക്കില്ല കാരണം ബുഖാരി ചൊല്ലത് വിശുദ്ധ ഖുർആൻ വിട്ടിൽ പിന്നെ ലോകത്ത് സർവ്വ ആളമാർ അംഗീകൃത ഗ്രന്ഥ ഇന്നത് ഇമാം ബുഖാരി ആയിരിക്കണം ആ ബുഖാരിയിൽ ഒരു ഹദീസ് സ്വഹീഹായിട്ട് കാണ്ട് എന്തുകൊണ്ടുള്ള ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു കറക്റ്റ് മനസ്സിലാക്കുന്നു അപ്പറേ പാതിവാദി കേട്ട് എന്നും മനസ്സിലാവല ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയില അവിടെ സുബ്ഹാനല്ലാഹ് ഹബീബായ നബി തങ്ങൾ ഹയാത്ത് കാലത്തുള്ള പള്ളിയുടെ ഉൾഗത്തില് രണ്ട് മിമ്പറിന്റെ മുഅ്മിനീങ്ങളെ അല്ലാഹുവിന്റെ പള്ളിയുടെ കാഴ്ചല്ലേ തുന്നുണ്ടോ അല്ലാഹുവിന്റെ മുസഫലെ സാക്ഷി ഈ പള്ളി സാധാരണ പള്ളിയല്ലാന്ന പെരുത്തകാരണ തുള്ളോ കറാമത്തുള്ള പള്ളി മുഅ്മിനെ അവിടെ തർഗന്ധം കാണില്ല കേട്ടോ കറാമത്തുള്ള പള്ളി കളിച്ച ആളുമാർ എത്ര കണ്ടുമാർ എത്ര ആളുമാർ അനുഭവിച്ചവർ എത്ര ആളുമാർ ഈ പള്ളി കൊണ്ട് അനുഭവമായത് എത്ര ആളുമാർ നമുക്ക് സുമ്മുറാർ ഇത് കളവല്ല ഞങ്ങളെ എത്രമാപ്പെട്ട അത് നിഷേധിക്കാൻ സാധ്യമല്ല അനുഭവ സാക്ഷി മുഅ്മിനീങ്ങളെ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പള്ളിയുടെ ഉൾഗത്തിൽ ഒരു മിമ്പർ
ഒരു മിമ്പർ വലിയ അസറന്റെ ഹുതുബ ഓതുന്നു. രണ്ടാമത്തെ മിമ്പർ എന്തുകൊണ്ട ക്വസ്റ്റ്യൻ പറഞ്ഞു മുഅ്മിനേ പള്ളിയുടെ ഉള്ളത്തിൽ ധരിച്ചിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മൗലൂദ് ഓതുന്നു. അവിടുത്തെ മദ്ഹ് ചൊല്ലുന്നു. ഇത് ബുഖാരി ഇമാം എത്ര വലിയ വിവരമുള്ള എത്ര ഇൽമിന്ന ഹബീബായ നബി തങ്ങളെ മദീന ചൊല്ലിക്കൊണ്ടോ അതേ മിമ്പറിൽ ഹബീബായ നബി തങ്ങളെ കൽപ്പിലുള്ള ആ ഷാലെടുത്തിട്ട് ബഹുമാനപ്പെട്ട ഹബീബായ നബി തങ്ങൾ സുബ്ഹാനല്ലാഹ് സാലിഹ് സാബിത് തങ്ങളെ കൽപ്പിട്ട് കൊടുത്തു. എന്നിട്ട് ദ്വാർന്നിട്ട് ഹസ്സാനെ അല്ലാഹ് നീ ശക്തിപ്പെടുത്തട്ടെ, ഇനിയും പാടകം ചൊല്ലകം മധു ചൊല്ലകം ജിബ്രീൽ അലൈഹിസ്സലാമിനെ കൊണ്ടല്ലാഹു നീക്ക് ശക്തി തരട്ടെ. മാത്രമല്ല മുഅ്മിനീങ്ങളെ, ഇനി നോക്കൂ ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് കറക്റ്റ് കേൾക്കണോ? ആർക്കും ഈ കിതാബിലുണ്ടല്ലേ, നമ്മുടെ പേരുടെ കലോചുണ്ടല്ലേ, വിശുദ്ധ ഖുർആനിലെ ഹബീബായ നബി തങ്ങളും സുബ്ഹാനല്ലാഹ് നബി തങ്ങൾ ചൊല്ലുന്നല്ലേ ഖുർആൻ ഓതിട്ട്. ഇനി നോക്കൂ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചൊല്ലുന്നു, മന്നം ഫഖദിർഹമൻ അലാ ഖിറാഅത്തി മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല റഫീഖി ഫിൽ ജന്ന. ഹബീബായ നബി തങ്ങളെ മൗലൂദ് പാടെങ്കിലോടാൻ ഒരു ദിർഹം ചെലവാക്കിയെങ്കിൽ ഞാൻ സ്വർഗത്തിൽ അയാളൊട്ടിಗೆ ഞാൻ ചങ്ങായി ചൊല്ലുന്നതാരുകൊണ്ടുള്ള അബൂബക്കർ സിദ്ദീഖ് കേൾക്കില്ല, ചമ്മന ചൊല്ലില്ല. ഈ ഒരു വിശദീകരണമായിട്ട് തന്റെ ചരിത്ര ചൊല്ലേ വളരെ നാശമാണ്. ഇനി നോക്കൂ, ഇത് അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ വിഷയ. ഇനി ഉമർ ബിൻ ഖത്താബ് തങ്ങൾ എതിർത്തറ ഹബീബായ നബി തങ്ങളെ മൗലൂദ് ഓതുന്നത്. ഉമർ ബിൻ ഖത്താബ് തങ്ങൾ എന്ത് ചൊല്ലുന്നു? മന്നല്ലമ മൗലിദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഖദ് അഹയൽ ഇസ്ലാം. ആരെങ്കിലും ഒരാൾ ഹബീബായ നബി തങ്ങളെ മദ്ഹ് പാടിയെങ്കിൽ ഇസ്ലാം ഹയാത്ത് കൊടുത്തതുപോലെ. ഞാൻ വിശദീകരിക്കില്ല. നോക്കൂ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ അയാൾ ചൊല്ലുന്നു, മന്നം ഫഖദിർഹമൻ അലാ ഖിറാഅത്തി മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫകഅന്നമ ശഹീദ ഗസ്വത ബദ്ർ വ ഹുനൈൻ. ആരെങ്കിലും മൗലൂദിനെ ഓതിയെങ്കിൽ ഓതുപാടിയെങ്കിൽ സുബ്ഹാനല്ലാഹ് സ്വഹാബത്ത് എത്ര സുബ്ഹാനല്ലാഹ് യുദ്ധത്തിന് പോയിനാറാ അതിലെല്ലാം പ്രതിഫല ഔദ്യോഗിന്റെ എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ. ഇനി നോക്കൂ, ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് അലിയാർ എന്ത് ചൊല്ലുന്നു? മന്നല്ലമ മൗലിദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വകാന സബബൻ ലിഖറാഅത്തി ലാ യഖ്റുജു മിന ദുനിയാ ഇല്ലാ ബിൽ ഈമാൻ വയദ്ഖുലുൽ ജന്നത ബിഗൈരി ഹിസാബ്. ആരെങ്കിലും ഒരാൾ ഔത്തുൽ മൗലൂദ് ഓതിയെങ്കിൽ അലിയാർ തങ്ങൾ ഓതിയെങ്കിൽ സുബ്ഹാനല്ലാഹ് ഈമാനോട് കൂടെ അയാൾ മൗത്തായോട് മാത്രമല്ല നാളെ ആഖിറത്തില് ഹിസാബില്ലാതെ സ്വർഗ്ഗം കിട്ടുന്ന അലി ഇബ്നു അബീ ത്വാലിബ്. ഇനി ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, എത്രയോ ചരിത്ര മഹാന്മാരുടെ ചരിത്രങ്ങൾ കിതാബുകൾ എഴുതി വെച്ചാൽ. പക്ഷേ
പക്ഷേ ചിലപ്പോൾ ഈ ചരിത്രം ഗുണത്തില്ലാണ്ട് അത്രയും നല്ല നല്ല ബഹുമാനമുള്ള മജ്‌ലിസ് ഞങ്ങൾ ചിലപ്പോ നഷ്ടപ്പെടുത്തുക. ചിലപ്പോൾ ഞങ്ങൾ പതുക്കെ പറഞ്ഞു ഇന്നത്തെ കാലത്ത് അങ്ങനല്ലേ മുന്നലെങ്കിലും നല്ല ഇഖ്ലാസ് എന്തൊരു ഭയഭക്തി ആ മൗലിദ് ഓതുമ്പോ എന്തൊരു ഇഖ്ലാസ് പണ്ട് കാലത്ത്. പക്ഷെ ഇപ്പൊ ആ ഇഖ്ലാസ് ആ ഭയഭക്തിയും കിട്ടുന്നില്ല. അപ്പോ ഈ 4 ഖുലഫാഉ റാഷിദീനും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നല്ല മദ്ഹ് ചൊന്നങ്ങ. പിന്നെ ജുനൈദുൽ ബഗ്ദാദി എല്ലാ മഹാന്മാരുടെ ചരിത്രം അങ്ങനെ കിട്ടി. എല്ലാവരും നല്ല ധാരാളമായിട്ട് എല്ലാ ചരിത്രം ബഹുമാനപ്പെട്ട സയ്യിദുന ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു സാധാരണ എത്ര ലക്ഷ ഹദീസ് കണ്ടവർ പഠിച്ചാൽ ആ ബഹുമാനപ്പെട്ട ശാഫിഈ ഇമാം ചൊല്ലേ മൻ ജമഅ ലിമൗലിദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഖ്വാനൻ. നിങ്ങൾ ഒരു ജാഗല് ഒരു മൗലിദ് നിങ്ങൾ സംഘടിപ്പിച്ചാൽ അവിടെ നിങ്ങൾ എന്താക്കിയത് നിങ്ങളുടെ ചങ്ങായിമാർ നിങ്ങളെ കുടുംബ എല്ലാവരും വിളിച്ചതാണ്. എന്നിട്ട് നല്ല ഫുഡാക്കിയ നല്ല ഗമ്മത്ത് മാഷാഅല്ലാഹ് ഒരാളെ നിങ്ങൾ വിട്ടില്ല. എല്ലാവരും വിളിച്ച് നല്ല ഗമ്മത്തുമാക്കിയ നല്ല ജാഗം സെലക്ടാക്കിയ وعمل يحسان وصار سببا للخيرات. ഇത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹിന് കാരണമായെങ്കിൽ സുബ്ഹാനല്ലാഹ് സിദ്ദീഖുമാരുടെ പിന്നെ സുഹദാമാരുടെ സ്വാലിഹീങ്ങളുടെ സ്വർഗ്ഗത്തിലെത്താവുന്നു ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ചൊല്ലുന്നു. എത്ര പേര് ചരിത്ര ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ സുയൂത്തി പണ്ഡിതനെയാണ്. അയാൾ ചൊല്ലോ മാമിൻ മുസ്ലിമിൻ സുബ്ഹാനല്ലാഹ് മാമിൻ മുസ്ലിമിൻ ഖറഅ ഫീ ബൈതി. നിങ്ങൾ ഔതുർ നിങ്ങൾ മൗലിദ് ഓതിയ നിങ്ങൾ ഓതുക ഉസ്താദുമാരെ വിളിച്ചിട്ട് അവരെ വേണ്ട നിങ്ങൾ ഔതുർ നിങ്ങൾ ഹബീബായ തങ്ങളെ മൗലിദ് ഓതിയ അങ്ങനെ ഓതി ഇല്ല റഫഅല്ലാഹു തആല അൽ ഖഹ്ത തണ്ണിയുടെ വിഷയത്തിൽ പേടിക്കൊണ്ടില്ല. തണ്ണി മല പടു നല്ല റഹ്മത്തുള്ള മല പടു. അതുകൊണ്ട് ജലാലുദ്ദീൻ സുയൂത്തി വലിയ മഹാനായ രണ്ട് ആരിഫായ മഹാപണ്ഡിതൻ എന്നിട്ട് അയാൾ ചൊല്ലുവൽ വഫാ വൈറസിനുള്ള മാരകമായ സീക്ക് നിങ്ങൾക്ക് പിടികൂടല, അപ്പോൾ നിങ്ങൾ പെട്ടുപോകല. എന്നിട്ട് ചൊല്ലുവൽ ഹർഖ ഔത്തുള്ള ഗ്യാസ് പൊട്ടതാവട്ടെ തീ പിടിക്കുന്നതാവട്ടെ അത് സംഭവിക്കല. സയ്യിദുനാ ജലാലുദ്ദീൻ സുയൂത്തി പിന്നെയോ വൽ ആഫാത്ത് വൽ ബലിയാത്ത് ആഫത്തുകൾ ഉണ്ടാവല ബലാഹുകൾ ബല സുബ്ഹാനല്ലാഹ് വൽ ബുഹ്മു വൽ ഹസദ അസൂയക്കല വഅയ്നുസൂ നീല ഔതുക നീല ബിസിനസ്സുക നീല മക്കോക കന്നേര് കല والنصوص عن أهل ذلك البيت أعدم كلمار سردت بلير كاورندو ഗർത്തകല്ല വലിയ കാവുണ്ടു. ഇത് നോക്കുക നിപ്പാട്ടില്ല ആ മഹാൻ മുഅ്മിനീങ്ങളെ ഞങ്ങൾ പണ്ട് എത്രമാ മുൻപോട്ട് വന്ന മഹാനായിരിക്കണം. അയാൾ ചെന്ന പലക്കെ നിങ്ങൾ സ്വീകരിക്കേണ്ട മുഅ്മിനീങ്ങളെ ഒരു മനുഷ്യരുടെ ഭാഗ്യവുടങ്ങല്ല
ശബ്ദം കേൾക്കുമ്പോ ഓ മുത്തുമുഅ്മിനീങ്ങളെ ഹബീബായ നബി തങ്ങളെ മദ്ഹ് ചൊന്ന മദ്രസാണെങ്കിൽ മദ്ഹ് ചൊന്നാണെങ്കിൽ നാളെ ഖബറിൽ വരെ രക്ഷ കിട്ടുമോ നാളെ മഹ്ശറിൽ രക്ഷ കിട്ടുമോ എന്നെ അഭിപ്രായ ജലാലുദ്ദീൻ സുയൂത്തി ഇമാം ചൊന്ന പലകായിക്കണം ഓ പ്രിയപ്പെട്ട നല്ല മുത്തുമുഅ്മിനീങ്ങളെ എലിയ ചരിത്രത്തിൽ വരുമോ സ്വാമിയുടെ ചരിത്രങ്ങളോ നിങ്ങൾ കേട്ടതാറാ അബൂ യസീദുൽ ബിസ്താമി തങ്ങൾ സാധാരണ വ്യക്തിയല്ല 188 ഹിജരി 188 ഹിജറിൽ ജനിച്ച നല്ല ശ്രദ്ധിച്ചു കേൾക്കും ഉമ്മമാരെ ആറ് ഹബീബായ നബി തങ്ങളെ മതിൽ ചൊല്ല നാളുടെ മുഖത്തായി പോയിട്ടുണ്ട് കഴിഞ്ഞു പോയെന്ന ചരിത്രം നോക്കുമ്പോ അങ്ങനെ എല്ലാവരും നബി തങ്ങളെ മതിൽ ചൊല്ലുക ഇടയ്ക്ക് ഒരു പറഞ്ഞു ചൊല്ലട്ടാ മുഅ്മിനീങ്ങളെ ഈ മജ്ലിസ് സാധാരണ മജ്ലിസ് അല്ല ഞാൻ ഹക്കായിട്ട് ചൊല്ല് അല്ലാഹുവിന്റെ പരമ സാക്ഷിയായി ചൊല്ലട ഇമാം ബുഖാരി റിപ്പോർട്ടാക്കിയ ഹദീസും ഉണ്ട് അല്ലാഹു മറിച്ചു സാധ്യമല്ല അൻദുറാർ ഹബീബായ നബി തങ്ങളെ മുത്ത നാളെ മരിക്കറ കൊറിയ ടൈം മാത്രം ബാക്കി ചെന്നപ്പോ നേതാവ് ചെന്നൊരു പലക്കം നല്ല പലകനെ കേൾക്കണ്ട അഷ്റഫുൽ ഖൽഖ് തങ്ങൾ ചെന്നോ ഹബീബായ നബി തങ്ങൾ ചെന്നോ ഹജ്ജാക്ക് മോനോട്ടല്ല പിന്നെ നിസ്കരിയിട്ടല്ല ഇബാദത്തിട്ടല്ല ഇങ്ങനത്തെ ഇൽമുൽ മജ്ലിസ് പോയിട്ട് തെറ്റുകണോ ഈ പല കണ്ടറിയാക്കി മനസ്സിലാക്കും മുഅ്മിനീങ്ങളെ തെറ്റ ഒരു കാരണത്താൽ ബലാ ദൂരത്താവുള്ളൂ ആപത്തില്ലാതാവുള്ളൂ മുസീബത്ത് ദൂരത്താവുള്ളൂ കറക്റ്റ് മനസ്സിലാക്കുക നല്ല ചരിത്രത്തിൽ പോകട്ടാ അബൂ യസീദുൽ ബിസ്താമി മഹാനുഭാവ ഉമ്മ സ്വാലിഹത്തായ ഉമ്മ ഇടയിൽ കുറച്ചോപ്പ് ആ ഉമ്മത്തെ കേൾക്കിടുന്നുള്ള ഉമ്മ നാമൊരു ആണായല്ലേ ഏകനന്ദന് നാമൊരു ആണായല്ലേ ഒരു എന്തിനു നീ ആണാവുള്ള കാരണ ഉമ്മ ആണല്ലേ നീ പെണ്ണിനെ മിൻസായി തല്ലിയതാണ് പെണ്ണായല്ലേ അപ്പോഴായിട്ട് ബുദ്ധിയുള്ളോ ഉമ്മമാരെ ബുദ്ധിയുള്ളോ സ്വർഗത്തെ മഹതിയായ ആ ബഹുമാനപ്പെട്ട അബൂ യസീദുൽ ബിസ്താമി തങ്ങളുടെ ഉമ്മ ചൊല്ലോ മോനോ നീ ആനായിക്കല അയ്യോ ആനായിക്കട്ട നിങ്ങൾ ചൊല്ലു ഞാൻ ആനായല്ല ഉമ്മ ഇല്ലടാ നീ ആനായിട്ടില്ല ആനാവണെങ്കിൽ എന്താക്കണുമ്മ ആനാവണെങ്കിൽ ലോകത്തെ നേതാ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹ് ചൊല്ലണോ മുഅ്മിനീങ്ങളെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹ് ഹബീബായ നബി തങ്ങളുടെ പേരിൽ ഈ സ്വലാത്ത് ചൊല്ലട്ടോ ഹബീബായ നബി തങ്ങൾ നീന കണ്ടില്ലെങ്കിലും നീന ആനായിട്ടില്ല എങ്ങനെ ഹബീബായ നബി തങ്ങളെ കിനാവുണ്ടി കണ്ടില്ലെങ്കിൽ നീ ആനായിട്ടില്ല നീ ആരെങ്കിലും ചൊല്ലുന്ന ഉമ്മമാരുണ്ടായിട്ട് ഇക്കോല്ലേ ഇക്കോർ ബാബാ ഇക്കണ്ണിന്റെ ഉള്ള സ്വാലിഹുകൾ ധാരാളമായി സ്വലാത്തുൽ ഉമ്മമാരി ആയത്തുള്ള അല്ലാഹ് അല്ലേ ആ ഉമ്മ ഹബീബായ നബി തങ്ങളെ കിനാവ് കാണുമോ കണ്ടെങ്കിൽ മാത്രം നീ ആണായോ കണ്ടെങ്കിൽ മാത്രം നീ പെണ്ണായോ സുബ്ഹാനല്ലാഹ് അബൂ യസീദുൽ ബിസ്താമി ചൊല്ലകിടാ
ചെയ്തുകൊള്ളുക മുഅ്മിനീങ്ങളുടെ ഉമ്മമാരിക്കുവാൻ അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അബൂ യസീദ് ബിസ്താമി തങ്ങളുണ്ടാക്കിക്കൊണ്ടുള്ള മുഅ്മിനീങ്ങളെ സ്വലാത്ത് ധാരാളമായിട്ട് ചൊല്ലുന്നു. ഒരു നാൾ നബി തങ്ങളെ കിനാവ് കണ്ടെത്ത് കിനാവ് കണ്ടപ്പോ വന്നു ഉമ്മ ശറഫാകപ്പെട്ട ആമല ചോപ്പും വെളുപ്പും നിറമുണ്ടോ സുബ്ഹാനല്ലാഹ് സുറുമൈട്ടോ അത്ര ഉത്തമല്ല അത്ര കുറുതുമല്ല ശറഫാകപ്പെട്ട മുത്തുനബിയുടെ മുഖം ഞാൻ കണ്ട ഉമ്മ ഉമ്മ ജന്തു മോണോതി കണ്ട കിനാവുന്നല്ലതാ ഉമ്മ കിനാവ് എടുക്കുക കിനാവ് കണ്ടോ ഇല്ലടാ ആണായിട്ടില്ല. അബൂ യസീദ് ബിസ്താമി തങ്ങൾ തുടങ്ങിയിട്ട് റബ്ബേ നന്ദ ഉമ്മട്ടിക്ക് അല്ല ഉമ്മ വേറെന്തെങ്കിലും സ്ഥലമുണ്ടാ വേറെന്തെങ്കിലും ഉമ്മ അപ്പോഴായിട്ട് ഉമ്മ ചൊല്ലോ മോണോ നീ പള്ളിക്ക് പോകണ്ടല്ലേ പള്ളിക്ക് പോയി നിസ്കരിക്കലല്ലടാ അല്ലാഹുവിന്റെ ഫസ്റ്റിനകം നിസ്കരിച്ചില്ലെങ്കിൽ നബി തങ്ങൾ സ്വലാത്ത് മാത്രം ചൊല്ലിട്ട് കാര്യമില്ല. കാലി സ്വലാത്ത് മാത്രമായി 5 വഖത്ത് കാലത്ത് നിസ്കാരം ഉണ്ടെങ്കിൽ മാത്രമേ അല്ലാഹ് സ്വലാത്ത് കബൂലാക്കൂ. ഉമ്മത്തുൽ നിസ്കീന പള്ളിയിൽ പോയിട്ട് അവർ നിസ്കരിക്കുമ്പോ ഉമ്മ ഇത് എന്ത് ഈ ചരിത്രത്തിലുണ്ടോ ഇത് നല്ല മക്കളുള്ള ഈ ചരിത്ര പരിപാടി കൊടുക്കണോ അങ്ങനെ കൊടുക്കുമ്പോ സുബ്ഹാനല്ലാഹ് മക്ക ഹബീബായ നബി തങ്ങളുടെ സ്വഭാവം പഠിക്കുന്നു അല്ലേ? എന്റെ അങ്ങനല്ലേ എന്റെ നേരെ ഉൾട്ടമാണ് പണ്ടത്തെ പോലെ അല്ല ഇപ്പൊ ബാപ്പ ഉമ്മയുടെ സ്വഭാവം ബാപ്പ ചൊല്ലേ മക്കളെ തിരിഞ്ഞു ഉമ്മയുടെ ഭാര്യയുടെ ഉമ്മ എപ്പോ ഇതെല്ലാം ആര് പഠിക്കുന്നത് മക്ക പഠിക്കുന്നത് സ്കൂളിലും മദ്രസ വന്നിട്ട് അത് ചൊല്ലുമ്പോൾ വേണ്ടാത്തവർക്ക് വന്നു വിശ്വണ്ട നാ പെരുന്ന തമാശല്ലേ അതുകൊണ്ട് കേട്ടിട്ടുണ്ട് ഞങ്ങൾ ചൊല്ലാവാകത്തെ ചൊല്ലാവാകത്തെ മക്കളുടെ ആര് പശ്ചാത്ത ഉസ്താദ് ഒരു കിരാ പശ്ചാത്ത ഉസ്താദ് ഉമ്മ ആ ഉമ്മയുടെ തർബിയത്ത് വേണോ? ആ ഉമ്മ നല്ല നല്ല ഹബീബാന്റെ ചരിത്രങ്ങൾ ചൊല്ലി കൊടുക്കുമ്പോ അവിടുത്തെ ജീവിതത്തിൽ ചൊല്ലി കൊടുക്കുമ്പോ മാഷാ അല്ലാഹ് മക്കൾ നല്ല സാലിഹീങ്ങളാവുക. ഇതാണ് ബാബ. ഇത് അവിടെ പോകും രാജ ഇവിടെ പോകും രാജ 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 തന്നെ അവസരിക്കൂ ഈ പണ്ടാൽ എപ്പോ പോകുന്നു കാതോലിക്കോ എന്റെ രാജ തന്നേ ഇല്ല ബാബ എപ്പോ നമുക്ക് രജയില്ല രജയില്ല. ഒന്നാല് ഒരാള് രജ കേട്ടോ രജ കേട്ടിട്ട് സുബ്ഹാനല്ലാഹ് കൊടുത്തത് തപ്പിട്ട് നമുക്ക് എക്സാം അങ്ങനെ കൊടുക്കാതെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ബാബ മാപ്പിള കൂടി ഇത് മൊബൈൽ കട്ടാക്കും മറന്നിട്ടേ പോയി. ഇത് ബഹുമാനപ്പെട്ട താരങ്ങളൊക്കെ കാതിൽ വെച്ച് ബാക്കി ബാബ എന്ത് പറഞ്ഞില്ല ഭയങ്കരം എന്ത് എന്ത് പറച്ചില്ല ആദ്യം സ്വന്തം മോളും ഇന്നും ഒരുപാട് വേറെ സംഭവം ഇത് ഞാൻ സാധാരണ വിഷയങ്ങൾ അത് ചിലപ്പോ ഇങ്ങനെ മറന്നിട്ട് കട്ടാക്കുക മറന്നുപോയിട്ട് ഈ കാലത്തായി അല്ലേ ഡേഞ്ചർ ഇനി വേറെ അല്ലേ അങ്ങനെ എന്ത് ചൊല്ലുനോക്കാം മാം എന്ത് ചൊല്ലുനോക്കാം
ഇതെല്ലാം തീരെ അവിടെ നിലക്ക് ഞാൻ എന്തുകൊണ്ട് ചൊല്ലുകൊടുക്കില്ല ആലിമീങ്ങളെ ഉസ്താദുമാരെ ചൊല്ലുമ്പോ അത് പിന്നെ പണ്ടത് മക്കളായിട്ട് പിന്നെ മക്കളൊന്നും നാട്ടിലോ എന്നു കിട്ടില്ല അങ്ങ് നല്ല അഭിവൃദ്ധി നല്ല ആൾക്കാരുടെ കുറച്ച് എത്തിയിട്ടില്ല അത് ആര് കാരണം ഞങ്ങൾ ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ നാളെ ഉമ്മ ചൊന്നതുപോലെ ഉമ്മനെ പലകനാണ് കേട്ടിട്ട പള്ളിയിൽ പോയ ഉമ്മ ചൊന്നു ഓതുമ്പോ മദീന 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 കേൾക്കുമെന്തൊരു ബസിയല്ലേ എന്തൊരു ആവേശല്ലേ ഞങ്ങൾ ആ മദീന അസ്റഫുൽ ഖൽഖ് തങ്ങളെ അത്തയ്യാത്ത് ഓതുമ്പോ അബൂ യസീദുൽ ബിസ്താരി തങ്ങൾ ഉമ്മ ചൊല്ലോ മോളോ അത്തയ്യാത്ത് ആ മുത്തുനബി നീയൊരു സലാം ചൊല്ലുകൊണ്ടോ ആ സലാം ചൊല്ലത് മദീനത്ത് കിടക്കണോ ലോകത്തെ നേതാവ് ആ സലാം മടങ്ങരുത് നിന്റെ കാത് കൊണ്ട് നീ കേട്ടേമോ എന്നാൽ നീ യഥാനായ അല്ലെങ്കിൽ എന്നിട്ട് ചൊല്ലോ ബഹുമാനപ്പെട്ട അബൂ യസീദുൽ ബിസ്താമി തങ്ങളുടെ ഉമ്മ അത്തയ്യാത്ത് നീ ഓതുമ്പോ അത്തയ്യാത്ത് മുബാറകാത്ത് സ്വലവാത്ത് തയ്യിബാത്തു ലില്ലാഹ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു മദീനത്തെ പള്ളിയിലുള്ള റൗദ ശരീഫ് കണ്ടോണ്ടുള്ളോ ആ മുത്തുനബി സലാം മടങ്ങണത് നിന്റെ കാത് കൊണ്ട് നീ കേൾക്കണമോ കേട്ടെങ്കിൽ മാത്രം നീ ഒരു മുഅ്മിനാണ് ആണാവണോ എങ്ങനെയുണ്ട് അങ്ങനെ ഉമ്മ സ്വന്തല്ലേ നോക്കാം എന്തേ നമുക്ക് ഹബീബായ തങ്ങളെ ഒന്ന് കേൾക്കട്ടെന്ന് കാണും ഒന്ന് കേൾക്കട്ടെന്ന് കാണും ഇൻഷാ അല്ലാഹ് സലാം മടക്കും നമുക്ക് ആണാവും അപ്പൊ ഞങ്ങൾ ഇനിയാണ് ഞങ്ങൾ നല്ല പരിപൂർണമായ കാമിലായ ആളാവണമെങ്കിൽ ഹബീബായ നബി തങ്ങൾ സലാം മടക്കരുത് ഞങ്ങൾ കേൾക്കും അയൽക്കിട്ട് പള്ളിയിൽ പോയിട്ട് മുഅ്മിനീങ്ങളെ നിസ്കരിക്കുക തുടങ്ങിയിട്ട് അത്തനിയാത്ത് കുറേ നാളായിട്ട് ഇങ്ങനെ ഓതുന്നു സുബ്ഹാനല്ലാഹ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് ചൊല്ലുമ്പോ ഹബീബായ നബി തങ്ങൾ കിനാവുറല്ലാഹ് സലാം അടക്കണോ ഓ പണ്ടാരിയുടെ കീഴതായ സുബ്ഹാനല്ലാഹ് ആര് ഹബീബായ നബി തങ്ങൾ ധൈര്യത്തിൽ ഇങ്ങനെ കണ്ടത് ഹബീബായ നബി തങ്ങൾ ഇങ്ങനെ കണ്ടപ്പോ
അപ്പൊ അതെല്ലാം ഇല്ലാണ്ടായി. ഇപ്പൊ ഒരു വാദവും ഇല്ല, എന്തുമില്ല. ഇപ്പൊ മാപ്പിള പാട്ട് ഹബീബായ നബി തങ്ങളെ മദ്ഹുടെ സുബ്ഹാനല്ലാഹ് ഹബീബായ നബി തങ്ങളെ റബീലുള്ള ഈ തിങ്ങളടക്കം ഒരേ ചൊല്ലിയും സുബ്ഹാനല്ലാഹ് മുത്തുനബിയുടെ മദ്ഹ് ഹൗദിയ മോന് പോtre ഒരു നല്ല പണ്ടത്തെ ആളുകൾ അങ്ങനെ ഇരിക്കരുത്. പക്ഷെ ഇപ്പൊ അങ്ങനല്ലേ, ഇപ്പൊ നേരെ ഉൾട്ട. പണ്ട് കാലത്തല്ല ഉമ്മമാരല്ല പണ്ട് കാലത്തല്ല എങ്ങനെയുണ്ടാ ഒരു ടെൻഷൻ ആയെങ്കിൽ നല്ല മാപ്പിളുടെ ബിസിനസ് നല്ല അഭിവൃദ്ധി ആവുകയായിട്ട് പണ്ട് കാലത്തല്ല അങ്ങനെ മൗനവും നേരത്തെ കേൾക്കുന്ന ബഹുമാനപ്പെട്ട ഖലീഫ അബൂ മലിക് ഇബ്നു മർവാൻ വലിയൊരു ഖലീഫ കേൾക്കുള്ളൂ സന്ദർശിക്കുകയാണ്. അന്ന് ഒരു നല്ലൊരു രാജാവ്, ആ രാജാവ് ഉള്ള കാലഘട്ടം അണ്ടൊരു ഡ്രൈവർ ഭയങ്കര കഷ്ടം. ഡ്രൈവർ അതിൽ വണ്ടര ഭയങ്കര സവാലാണ്. അതായത് ഡ്രൈവർ അയാൾ ഭയങ്കര ഉത്സാഹം എല്ലാവരും ഇയാളെ വണ്ടര സ്പീഡ് പോണ്ട പോക്ക് എന്തായിട്ട് രാജാവുടെ വലിയ ബിൽഡിംഗ്, ആ ബിൽഡിംഗ് പൊട്ടിട്ട് രാജാവുടെ മോന് പൊട്ടിട്ട് ആ മോന് രാജാവുടെ മോന് രാജാവ് ഉണ്ടല്ലേ, വേറെ രാജാവ് സിംഹാസനത്തിൽ ജയിക്കാറ് ഖലീഫ അബ്ദുൽ മലിക് ഇബ്നു മർവാൻ. അപ്പൊ എന്താഗ്രഹിക്കാവാ കുടുങ്ങില്ലേ ഈ കുത്തുവാട്ടി ആറ് അയാളുടെ പിടിക്കും ഹാജരാകൊണ്ടു രാജാവ്. ഇയാളെ പേടിച്ചിട്ട് ഞങ്ങൾക്ക് ഗാഡി മാറ്റി ചില ബൈക്ക് തെല്ലിങ്ങനെ കാണ്ടി പേടിട്ട് കൈ കാണുന്ന ഇല്ല അതെന്താ നമ്മൾ കാത്തുമാക്കാൻ നാം യാത്ര ഇപ്പൊ നിപ്പാട്ട് കാത്ത അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പിന്നെ മതത്തിൽ നല്ല കൂടിയിട്ട് നിങ്ങൾ നീക്കിയ കാര്യമെല്ലാം പൂർത്തിയാവും. അള്ളാഹു പൂർത്തിയായി തരുമാറാകട്ടെ. ഈ തെച്ചിരുന്നാളെ കേൾക്കടെ വാല് കേൾക്കടെ ഈ മുമ്പിനിങ്ങളെയും പ്രിയപ്പെട്ട ഉമ്മമാരെ അതിൽ എന്തെല്ലാം സീർക്കുണ്ടാ ഈ പള്ളിയുടെ വർക്കത്തിലുള്ള പരിപൂർണമായി ആജിലായി ശിഫ നൽകുമാറാകട്ടെ. അല്ലാഹ് അപ്പൊ ഈ ഡ്രൈവർ നടന്നോണ്ട് പോകുന്നു. പണ്ടത്തെ പാരമ്പര്യ നേരത്താക്കി നാണ് ആ രാജാവിന്റെ മുട്ടല്ലേ പോണ്ടേ. ആ രാജാവിന്റെ മുട്ട നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ഞാൻ പെരച്ചുമുട്ട അവിടെ തോന്നെ ഹബീബായ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മൗലൂദു ഞാൻ ഓതു പാട്ട് പുൽപുടോട് ചെന്നോണ്ട് പോയിട്ട് അങ്ങനെ പോയിട്ട് സുബ്ഹാനല്ലാഹ് മനസ്സ് കണ്ടിട്ട് നബിയുടെ സത്യല്ലാക്കിട ഗമ്മത്തുള്ളാക്കിട ഒരു 3 തല ഓതു പാട്ട് ഇൻഷാ അല്ലാഹ് ഇങ്ങനെ പോയി നോക്കുമ്പോ ഈ രാജാവ് കാത്തോണ്ടു എങ്ങനെ കാത്തോണ്ടല്ലേ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഇയാൾ ബെർച്ചുണ്ടു നന്റെ എന്താ ആവുടെ ഗലാട്ട എന്താ അപ്പൊ ഇയാൾ ഈ നേർച്ച അല്ലാഹു കബൂലാക്കിയ അത് നിയ്യത്തായിരിക്കണം. എത്ര ഓർക്കും സമാനത്തില്ല ബാബാ, എത്ര ഓർക്കും സമാനത്തില്ല ബാബാ. കുർബാന സമാനുണ്ട് സമാനുണ്ടില്ല സമാനില്ല നിസ്കരിച്ചുള്ള സമാനത്തില്ല എന്താണ് ഓർക്കൊണ്ടുള്ള സമാനത്തില്ല. എന്തേ ഇതിന്റെ കാരണം നിങ്ങൾ പഠിച്ചതാണ് മുഅ്മിനീങ്ങളെ സമാവുടോ ഞങ്ങൾ നാവുടെ പ്രശ്നം ഈ നാവുടെ ഞങ്ങൾ ആരെങ്കിലും മനസ്സ് ഞങ്ങൾ നമ്മളാക്കിടാമോ മനസ്സ്
മനസ്സ് നമ്പറാക്കെങ്കിൽ അങ്ങാരും നിർത്തിയ പോയിട്ട് ചെന്നിട്ടു പൊറപ്പെടിക്കാതെ കാലത്തോടാ ഉദ്ധാറായ ചരിത്ര ലോകത്തിലില്ല, കിതാബിലില്ല, മഹാന്മാർ പഠിപ്പാക്കിട്ടില്ല. അങ്ങോട്ട് ആത്മാവട്ടോ വയസ്സ കാക്കാവട്ടോ ആറ് പിന്നികാവട്ടോ അങ്ങോട്ടൊട്ടിക പോയിട്ട് കൈചണ്ട് മുസാഫാത്താക്കിട്ട് ചൊല്ലണോ ഇന്നാലിന്ന ടൈമുള്ളൂ, ഇന്നാലിന്ന ജാഗ്രത നീങ്ങളെന്നാ നിങ്ങൾ ഇഷ്ടമില്ലാത്തൊരു പറക്കുന്ന ചൊന്നുര അത് പൊരുത്തപ്പെടണ ഇന്ന പറക്കാണയാൽ വ്യക്താവണോ നിങ്ങൾ മാപ്പാക്കൊടുന്നെങ്കിൽ വയ്യാവല അള്ളാഹു പൊരുത്തപ്പെടില്ല. മുന്നിനെ ആ പാവപ്പെട്ട മനുഷ്യ മാപ്പൂട് ചെന്നെങ്കിൽ അള്ള പൊരുത്തപ്പെടില്ല. മുഹമ്മദ് റസൂലുള്ളാഹ് അതിന്റെ ഭവിഷ്യനെ കണ്ടോട്ടിക്കട നിരകര ഉപദ്രാകടങ്ങ അയൽവാസ സമയമില്ലാത്തങ്ങ ചെറിയ വിഷയത്തിൽ കലാകാരടങ്ങ നിങ്ങൾ എന്തൊരു മുസ്ലിം ചൊല്ലുടോ യഥാർത്ഥ മുസ്ലിമാർ നിരകര ദിവസപ്പാടുകൾ വേണോ, പരസ്പര മുസ്ലിമിനെ പരസ്പര സ്നേഹത്തിൽ വേണോ, അപ്പരിപ്പറ കലാടിക്കുക തീര നോക്കുന്ന പുഞ്ചിരിയോട് കൂടെ നോക്കണോ, അർസത്ത് നോക്കുക തീര പകരം നന്ദി തതിയുന്നിട്ട് തലകെ തൊപ്പി വെച്ചിട്ട് അഞ്ചോട്ട് നിസ്കരിച്ചിട്ട് കാര്യമില്ല. നന്ദിയുണ്ടാ ചതിയുണ്ടാ ഒരാൾ നല്ല മേലായിട്ടുണ്ടോ കാസറാവട്ടോ വേറെ എന്ത് മേലാവട്ടോ അയാൾ മേൽമേലെ പോകുമ്പോ ചതി നന്ദി അസൂയ ഹസദ് പക ഇത് ഉണ്ടാകാൻ മനസ്സില ഞങ്ങൾ മോമിനായിട്ടില്ല, ഞങ്ങൾ മുസ്ലിമായിട്ടില്ല. യഥാർത്ഥ മുസ്ലിമാർ യഥാർത്ഥ ഒരു മോമിനാർ കൽബ് നല്ല ശുദ്ധായ കൽബ് നല്ല ക്ലിയറുണ്ടാ അങ്ങായിരിക്കട യഥാർത്ഥ മുസ്ലിമാർ അത് ഹിന്ദുവാവട്ടോ ക്രിസ്ത്യാനിയാവട്ടോ ജാതിന്നോനാവട്ടോ ജാതിയില്ലാത്തവനാവട്ടോ ಯಾರಿಗೂ ಸಹ ಉಪದ್ರವನ್ನು ಕೊಡುವವನು ಅವನು ಮುಸ್ಲಿಮಲ್ಲ. ಅದು ನಮಗೆ ಯಾರು ಸಹ ಪೈಗಂಬರರು ಕಲ್ಪಿಸಿಲ್ಲ. ನಮ್ಮ ಪ್ರವಾದಿಗಳು ನಮಗೆ ಕಲ್ಪಿಸಿಕೊಟ್ಟದ್ದು ಶಾಂತಿ ಸಮಾಧಾನ ಸ್ನೇಹ ಸಹಿಷ್ಣುತೆ ಸೌಹಾರ್ದ ಇದಾಗಿದೆ. ಮುಮಿನಿಗಳೇ ಜಾಗೃತರಾಗಲು ಅದು ಏದು ಜಾತಿಯಾಗಬೇಕು ഉപദ്രാക്രമണം മുസ്ലിമല്ല. ഹബീബായ നിമിത്തങ്ങളെ കൽപ്പനയായിരിക്കട. പക്ഷേ നഗച്ചുള്ള ഉസ്താദേ അവള് പേരല്ലേ അവളുടെ കടയിലത്തിന് സോപ്പാട്ടല്ലേ തീര അവള് ഏത് ജാതിയിൽപ്പെട്ടവൾ വിലയാവട്ടോ. പക്ഷേ കടയിലത്തിന് കൊടുക്കാൻ നിൽക്കണോ, കടയിലത്തിന് സോപ്പാട്ടോ. ഇത് ഇസ്ലാമല്ല. നിരകര സമയമില്ലാണ്ടിക്കൂടോ, കുടുംബ സമയമില്ലാണ്ടിക്കൂടോ. എത്ര നിസ്കാര, എത്ര സിയാറത്ത്, എത്ര ഔലിയാക്കന്മാർ, എത്ര മഹാന്മാർ, എത്ര ഹജ്ജ്, എത്ര ഉംറ, എന്തൊരു മൂവിനെ സ്വന്തം കുടുംബത്തിൽ പെട്ട എല്ലാ മുത്തമ്മമാർ സമയമില്ലോടാ. പിന്നെ എന്ത് നീല നിസ്കാര, പിന്നെ എങ്ങനെ പള്ളി സമാവൂടോ, പിന്നെ എങ്ങനെ പള്ളി ഉത്താറാവൂടോ, പിന്നെ എങ്ങനെ മതസൗത്താറാവൂടോ. ഒന്ന് ജാഗ്രതാക്കിതാരാ പിടിച്ചെടുത്തിട്ട് ഉമ്മമാരെ മാപ്പിളിനെ ചൊന്നുകൊടുത്തിട്ട് മാപ്പിളിനെ കാതിനെ മന്ത്രിച്ച് ഊതുമ്പോ ആ മാപ്പിളിനെ അനാവശ്യം പലകവന്ന് കൊടുക്കണ്ട, നല്ല പലകങ്ങൾ കൊടുക്കോ. ഈ രായത്തിന് ഐക്യമുള്ളതായ വിശ്വമുള്ളതായ സ്നേഹമുള്ളതായ അത് ഖിയാമത്ത് നാളോളം നിലനിൽക്കട്ടെ. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ദുആ എന്നുള്ള സ്വീകരിക്കല്ല. ആ പ്രിയപ്പെട്ട മക്കളോട് നോക്കിയുള്ള പെൺമക്കൾ ഈ മക്കൾ നോക്കിയുള്ളത് ഇങ്ങോട്ടുണ്ട് 5-6 ക്ലാസ്സില് അതേ ക്ലാസ്സിൽ ചരിത്രം ചെന്നൂര് അയാളാ വിഭാഗത്തിണ്ടോ ഇങ്ങനെ വന്നുകൊണ്ടുണ്ട്. പള്ളിക്ക് നിശ്ചയിക്കുകയായിട്ട് 3 വട്ടം വന്ന് സുബ്ഹാന അപ്പോൾ സ്വർഗത്തില് ചെല്ലുമ്പോ സ്വഹാബത്തിന് സംശയ എന്തിനാണ് അയാളാക്കി സൽക്കർമ്മ അയാൾ ഉണ്ടാക്കിയത് നിശ്ചയിക്കണേ ഓതുന്നു അയാൾ പള്ളികളുണ്ട് എന്തിനാ ആക്കി കേൾക്കുമ്പോ
സ്വന്തമാണ് നിങ്ങളെ കണ്ടതല്ലേ വേറെന്തുമില്ല അതെന്തോ മുമ്പ് നിങ്ങളെ ഉമ്മമാരെ മനസ്സിലാക്കണം നിസ്കാരം സൽക്കർമ്മ ഈ സ്വഭാവ ഹൃദയത്തിൽ നിങ്ങൾ എന്ത് ഇതില്ല എന്ത് എന്ത് ഹജ്ജി എന്ത് ഇതല്ല അത് ഞങ്ങൾ പശുക്ക് തുടച്ചിട്ട് ക്ലിയറാക്കണോ എന്തുകൊണ്ടും അയാൾ ചെന്ന അയാൾ ചെല്ലോ തന്റെ നിരക്കരെ നിറഹോരെ അയൽവാസി കുടുംബത്തങ്ങളെ പിടാവട്ടെ ചങ്ങായിമാർത്തിയാവട്ടെ പക ആവട്ടിയുമില്ല ഒരാൾക്ക് നെഞ്ചു ചതിയുമില്ല നല്ല പിരസപ്പാടുള്ള കണ്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ദുആ ചെയ്യൂ ഇൻഷാ അല്ലാഹ്. ഈ വിധം കാരണമില്ല അതിൽ കണ്ടു നിങ്ങൾക്ക് കാരണം കണ്ടിട്ടില്ല. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ പ്രായത്തിൽ ചെറിയൊരു ഖതീബല്ലേ ഈ പലകൊന്നും കേൾക്കിടാറാ ഒന്ന് പുരുഷത്തിൽ കേൾക്കിടാറാ അല്ലേ നബി അലൈഹിസ്സലാം പള്ളിയുടെ ഖതീബായിട്ടുണ്ട് 590 വർഷത്തോളം വാഴുന്നു പള്ളിയില് ആൾമാർ മൈൻഡാക്കില്ല. നീ ടെൻഷനാക്കില്ല. പ്രവാചകന്മാരെ വാഴുന്നുണ്ടാറ് എത്രമാണ് വാതാക്കിയാറ്. പക്ഷെ നല്ല ഇല്ലല്ലേ നല്ല 10-15 കൊറിയ മനുഷ്യന്മാരാകിക്കട് ആർച്ചുണ്ടോ സലാം ചൊല്ലോ. പക്ഷേ നമ്മൾ പറഞ്ഞിട്ട ദോഷിയായോ പാവിയായോ ഒഴിവുകളുമില്ലാത്ത ഉമ്മമാരെ നിരാക്കി തന്റെ നല്ല സമ്പത്തുമുള്ള നല്ല ഭക്ഷണ നല്ല ക്ലീനുള്ള ഭക്ഷണ മാഷാ അല്ലാഹ് അതെല്ലാം തിന്നിട്ട് നല്ല കാൽവത്താക്കി തുടങ്ങിയെങ്കിൽ നല്ല റബ്ബ് ശിക്ഷിക്കണേ. നിന്റെ ഉത്തരവാദിത്തം നിറവേറ്റില്ല. നിന്റെ ഉത്തരവാദിത്തം നിറവേറ്റില്ല. പലരെ കേൾക്കിടല്ലേ മുഅ്മിനേ. ഇത് ചിലപ്പോൾ ചൊല്ലുക സാധ്യമല്ല. ഇത് അവസാനത്തെ ഇതില്ലാത ഇത് ലാസ്റ്റ് വിചാരമായ ചൊല്ലുകാരും സാധ്യമല്ല. അല്ല എവിടെയാണ് ചൊല്ലുക സാധ്യമല്ല. തീരുമാന ഈ രായത്തിൽ സവാറും സ്നേഹവും നിലനിൽക്കണ. അസ്സലാമു അലൈക്കും ചൊല്ലത് തായ്മയാക്കിടാറാ. നീ നിരകല സപ്പാടിക്കിടാറാ. ചെറിയ വിഷയത്തിൽ ആരെങ്കിലും മനസ്സാക്കി തന്നെങ്കിൽ ഒന്ന് കൈമസാക്കിട്ട് ഇന്ന് പോയിട്ടൊന്ന് മാറ്റി കൊടുക്കാറാ. ഇല്ലെങ്കിൽ കാൽമുട്ടാക്കി വച്ചാക്കിട്ട് കാര്യമില്ല. റബ്ബ് സ്വീകരിക്കണ. അല്ലാഹു എന്നും വേണ്ട. നിങ്ങളെ കണ്ടിട്ട് നിങ്ങളെ പെൺമക്കളും ആൺമക്കളും പഠിക്കാറ്. ഓ പാലക്കാട് മക്കളെ നല്ല കൊസിയാവിടായിട്ട് നോക്കുമ്പോ നല്ല നാളെല്ലാം പണ്ണാരെല്ലാം കൂടിയാറ് എല്ലാവരും കേട്ടുകൊള്ളുകാറ്. തെല്ല് നേരത്തേക്ക് സമ്മതം പ്രസംഗിക്കില്ല. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കട്ടെ. എന്നിട്ടാ ദൈവം എന്താക്കി നേർച്ചയാക്കിട്ടല്ലേ രാജാവുടെ മുട്ടപത്ത് മുന്നില് രാജാവുടെ മുട്ടപത്ത് രാജാവ് സലാം ചൊല്ലുണ്ടോ നമുക്ക് നല്ല പ്രകാശിച്ചോണ്ടുണ്ടോ ഇയാൾ പേര് കുടിച്ചോണ്ടുണ്ടോ രാജാവ് നീവർ മറന്ന സീനാക്കിയല്ല നീന എന്താ മാറ്റാക്കിയല്ല നീന ഇല്ല ഞാനൊന്നും ആക്കിയിട്ടില്ല. ഒന്നും ആക്കി എന്തുകൊണ്ടുണ്ടാ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ 3 നാൾ മനസ്സിൽ കരുതിയ ഗമ്മത്താക്കി മനസ്സിൽ കരുതിയ സിഗറാട്ട് പോയിട്ടില്ല. കൊലമുള്ളവരെ സിഗറാട്ടിടക മാത്തവിക്കിടക നിരക്ക് സമയം കൂട്ടിയില്ല. പരസ്പര സമയം കൂട്ടിയില്ല. കലാട്ടാവട്ടെ
മാപ്പിന്റെ സമ്മതത്തോടുകൂടെ അണ്ട് കൊടുത്തോട്ടില്ല എന്റെ മക്കളുടെ ജാഗ്രത കൊടുക്കുമ്പോൾ പണ്ടായി പക്ഷെ ഇന്ന് കൊടുക്കുമ്പോൾ പ്രിയപ്പെട്ട മാപ്പിള കുട്ടികൾ എന്ത് മാമി പൂക്കൂടെ ഇന്ന് മാമി പൂക്കൂടെ എത്ര കൊമകളാണ് അണ്ടുണ്ടായി സുബ്ഹാനല്ലാ പള്ളിയിൽ തൊഴുന്നാറ് ബംഗാറോ മാപ്പിളയുടെ സമ്മതം കേൾക്കാണ്ട് കൊടുക്കണ്ടാത് തീരാ മാപ്പിളയുടെ പരിപൂർണമായ സമ്മതം കേട്ടിട്ട് അയാൾ പരിപൂർണമായി തൃപ്തിയോടുകൂടെ അല്ലാഹുവിന്റെ പള്ളിയിൽ ഉഷാറാവട്ടെ മദ്രസ ഉഷാറാവട്ടെ പ്രായത്തിൽ ഇൽമുടെ കേന്ദ്രമാവട്ടെ പ്രായത്തിൽ ഇൽമുടെ കേന്ദ്രമുണ്ടാ മുഅ്മിനേ ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അല്ലാഹുവിന്റെ പള്ളിയിലാണ് സാക്ഷിയായി ചൊല്ലട്ടാ ഇൽമു നീ ആരെങ്കിലും പ്രാധാന്യം കൊടുക്കുറാറാ ഇൽമു നിങ്ങൾ ബഹുമാനിക്കുറാറാ ഇൽമു ഇന്നക്ക് നീ റെസ്പെക്ട് കൊടുക്കുറാറാ ആ റായത്തിന് വല്ലാഹ് നല്ല പ്രിൻസിപ്പളാവുമോ എന്തുകൊണ്ട് നബി തന്നെ ചൊല്ലോ വൽ ഉലമാ വൽ ഉമറാ ഉമറാ ഉലമാ സമയങ്ങൾ ആ റായ ഉത്താറാവുമോ ഉലമാ ഉസ്താദുന്ന വേറെ ഉമറാ വേറെ കമീറ്ററുന്ന വേറെ തന്റെ വേറെ വേറായെങ്കിൽ പ്രിൻസിപ്പാളില്ലെങ്കിൽ ആ റായത്തെ എത്ര പള്ളിക്കട്ടോ ആർക്കും കാര്യമില്ല അവിടെ സുബ്ഹാനല്ലാഹ് ഉടുക്കിനാവുന്ന കണ്ട ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ചുന്നയും കുത്തറപ്പോടെ ചുന്നോട്ട് വന്നോ നീ സിഗറാക്കി എടുത്ത് ഇല്ല സിഗറാക്കി കണ്ടോ ഈ പലത്തെ കാതിൽ കേട്ട കാതിൽ ഉടണ്ട ഇത് നല്ല നിങ്ങൾ അണ്ടലിനാട്ടി കൂടി പോയിട്ടൊക്കെ ഓ പ്രിയപ്പെട്ട സഹോദരിമാരെ അപ്പമാരെ ഉമ്മമാരെ കാലത്തിൽ കേൾക്കണോ അങ്ങനെ ഞാൻ ചുന്തോ ഞാനെന്ത് മാറ്റിട്ട് സിഗറാക്കിട്ട് മാറ്റാട്ടിട്ട് ഇത് മാറ്റാക്കിയോ നന്റെ മനസ്സ് ചേഞ്ച് ആയോട്ടുണ്ടോ നന്റെ മനസ്സ് ചേഞ്ച് ആയോട്ടുണ്ടോ സുബ്ഹാനല്ലാഹ് നീ ഹബീബായ നബി തങ്ങളുടെ പേരിൽ മൗലൂദിനെ നേർച്ചാക്കിടെ ഇതാ പിടിച്ചിക 1000 ദിർഹം അയാൾ വിരോധിച്ചില്ല അയാൾ എന്തായി 1000 ദിർഹം കൊടുത്തു 1000 ദിർഹം കൊടുത്തു ചൊന്തോ നാം ആ സത്യത്തിൽ കണ്ടേണ്ട ചൊന്തോ ആ വലിയൊരു ആപത്തിലെ ബലായുടെ അല്ലാഹു ദൂരത്താക്കിയ ഏതൊരു പവർ മുഅ്മിനെ വലിയ മരികളോ ഒരാളും ഈ വിഷയത്തിൽ സംശയിക്കല ഇതിക്ക് സപ്പോർട്ടാക്കിയ ആരെ പേര് അബൂബക്കർ സിദ്ദീഖ് അതേ ആ ഉമർ ഇബ്നു ഖത്താബ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അലി ഇബ്നു അബീ ത്വാലിബ് കറമല്ലാഹു വജ്ഹാ മൗലൂദ് സപ്പോർട്ടാക്കാതെ ഒരു മഹാന്മാർ ഇവിടെ ജീവിച്ചു പോയിട്ടില്ല മൗലൂദിനാണല്ല കളിയാക്കിനാരോ അതല്ല തമാസാക്കിനാരോ അതല്ല ഇൻസൾട്ടാക്കിനാരോ ആരോ എന്തെല്ലാം ചുമതാറാ അങ്ങ് മേൽ പോയ ചരിത്രമുള്ളോ സുമ്മ ഇല്ലേ ഇല്ല അങ്ങനെ ബിസിനസ്സിലാവട്ടോ അങ്ങനെ ജീവിതത്തിലാവട്ടോ അങ്ങനെ മക്കളിലാവട്ടോ പെഞ്ഞായിലാവട്ടോ അങ്ങനെ കുടുംബത്തിലാവട്ടോ ഗലാട്ടയായിട്ടല്ലാതെ ഒരു ചരിത്രവും ജീവിതത്തിൽ കണ്ടിട്ടില്ല മുന്നിനെ എനിക്കത് സപ്പോർട്ടാകുവാവില്ലേ ഉണ്ടാകുക സപ്പോർട്ടായിട്ട് ഓതയാവില്ലേ പറഞ്ഞു പോകണ്ട എന്റെ ചൊല്ലു പോകണ്ട മദീനത്തെ പള്ളിയിൽ അത് ഉടുത്ത് കിടക്കണോ താജിദാരെ മദീന താജിദാരെ മദീന മദീനത്ത് കിടക്കുന്ന മുത്തുനബി ബേജാറാവും ആ മുത്തുനബിക്ക് ബേജാറാവും അത് സഹിക്കും സാധ്യമല്ല ഓ മുഅ്മിനീങ്ങളെ റാബിയത്തുൽ അദബി ആരംഭമാരെ പകുതി പാട്ട് റാബിയത്തുൽ അദബി സാധാരണ പെണ്ണല്ല അയാൾ അയിമയുടെ ഉമ്മകോ നോക്കരി പറ സുബ്ഹാനല്ലാഹ് മക്ക മൂന്ന് പെണ്ണ്
പൈസയായി പോയിട്ട് മറ്റൊരു റാഹത്തായി പോയിട്ട് ഇങ്ങനത്തെ ഉമ്മമാർക്ക് ഒരിക്കൽ നിങ്ങൾ മനസ്സിലാക്കിയാറാ ആ പ്രിയപ്പെട്ട ഉമ്മമാരെ കണ്ണുനീരായി വയ്യാവും അങ്ങനെയുള്ള സ്വലാത്ത് കണ്ട ഉമ്മമാർ അങ്ങനെ പാരമ്പര്യമേ സ്വലാത്തിലൂടെ ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ അതിനെ ചെയ്യാമത്ത് നാളോള നിങ്ങൾ പുറത്തുണ്ടാ നിങ്ങളുടെ മക്കളെ പുള്ളിമാരെ ചല്ലിമാർ നിങ്ങളുടെ ആഫ്യത്തോടെ ദീർഘമാറാകട്ടെ നിങ്ങളുടെ പേരുമ്മമാരെ നിങ്ങളുടെ ഭാഗത്ത് നമുക്ക് പിടിച്ചെങ്കിൽ പിന്നെ ഞങ്ങൾ ഭൂമി കൊടുക്ക പേടിക്കണോ പിന്നെ ഞങ്ങൾ സുനാമിനെ പേടിക്കണോ പിന്നെ ഞങ്ങൾ മാരകമായ വൈറസുകൾ പേടിക്കണോ വൈറസുകൾ അല്ല പിടിക്കാനാ പാലക്കാടാ വൈറസുകൾ റെസ്പെക്ട് കൊടുക്കണോടാ പാലക്കാട് പിടിച്ചാക്കണോടാ മലബന്ധത്തിൽ അഹമ്മദ് വാഴ ചൊല്ലുമ്പോ വാരിക്കുമ്പോ അള്ളാട് മലബന്ധത് അത് റബ്ബ് സ്വീകരിച്ചു റബ്ബ് സ്വീകരിച്ചതാ അള്ള സ്വീകരിക്കുമാറാകട്ടെ ഞങ്ങളുടെ മതിസഭ കബൂലാക്കുമാറാകട്ടെ ഓ പ്രിയപ്പെട്ട മുനിങ്ങളെ അന്നെ പറഞ്ഞ പാട്ട് ദാരിദ്ര്യത്തിൽ കുടുങ്ങിയ ഉമ്മടെ മടക്കിട്ട് കെട്ടുപോ അകിടാട് ചുരുട്ടുകൂടെ തുണിയില്ല ആ റാബ്യത്തുള്ളതിന് ഉമ്മടെ ഉമ്മക്ക് ബേജാറായിട്ട് സ്വന്തമല്ല അപ്പുറത്തെ ഔത്തുള്ളത് കൊണ്ടാണ് അപ്പുറത്തെ ഔത്ത് നിങ്ങൾ പോയിട്ട് നിങ്ങൾ എന്തെങ്കിലും തെല്ല് കേട്ടിട്ട് കൊണ്ടാണ് ഉമ്മമാരെ ജാഗ്രത കേൾക്കോ മനസ്സിലാക്കുന്ന മനസ്സൊന്ന് പരിവർത്തനാവട്ടോ ദാരിദ്ര്യത്തിൽ ജീവിച്ച മാപ്പിളയെ കഷ്ടപ്പെടുത്തണ്ട മാപ്പിളമാരെ പെണ്ണായെ കഷ്ടപ്പെടുത്തണ്ട നമ്മളോട് പറയുന്നുണ്ട അങ്ങനെ ആയെങ്കിൽ മഹതിമാര് പൊരുത്തപ്പെടല ഞെട്ടങ്ങ പൊരുത്തപ്പെടല പെണ്ണിന്റെ കണ്ണുനീര് ഭൂമിയിൽ ഞങ്ങളുടെ ക്യാൻസർ പിന്നെ മരിക്കാടുന്നു ആ സ്വീകരണങ്ങൾ എടുക്കണോ ഞങ്ങൾക്ക് സാധ്യമല്ലേ അപ്പമാരെ പാലക്കാട് മക്കളെ ജാഗ്രതാക്കോ ഓ പാലക്കാട് പെൺമക്കളെ നിങ്ങൾ മാമിമാരെ കാക്കമാരെ തിരിച്ചപ്പാട് നീ നോക്കിയില്ലെങ്കിൽ നിങ്ങൾ മാപ്പിള കെട്ടല കെട്ടോ അങ്ങനെ നിങ്ങൾ തിരിച്ചപ്പാട് ബഹുമാനത്തോടു കൂടെ ആദരവോടു കൂടെ നിങ്ങൾ നോക്കിയില്ലെങ്കിൽ നിങ്ങൾ മാപ്പിളരെ നാളെ സ്വർഗത്തിൽ കാത്തോട്ടുള്ളോ സ്വർഗത്തിൽ കാത്തോട്ടുള്ളോ ഊരിങ്ങനെ പെണ്ണുങ്ങൾ മാറിക്കിടാ പടത്തറപ്പേ കോടികളുള്ളോ പാലക്കാറില്ല അവന്റെ പെണ്ണായ ആ പാലക്കാട് ഉമ്മൻ പറയിടെ ഒപ്പൻ പറയിടെ അവർക്ക് മനസ്സ കലാട്ടെ അവർക്ക് മാത്രം കുട്ടില്ലെങ്കിൽ അപ്പേ മൂന്നാറുണ്ടല്ലേ പിന്നെ ഫോണില്ല പിന്നെ താമസ തമ്മിലർസ പിന്നെ ഒട്ടി കിടക്കൊന്നില്ല പിന്നെ ഒന്നേ മുസ്ലിം കൊണ്ടോ ഇങ്ങനത്തെ ഗതികൾ മുഖത്തിലായിട്ടുണ്ടോ ഊരിങ്ങനെ പെണ്ണിന് ചൂടാക്കുന്ന സുഖമാണെന്ന ആ പാലക്കാട് നീ കോടികൾ നീ വെച്ചിട്ടുണ്ടമ്മ ആ പാലക്കാട് ഞങ്ങളുടെ വേണോ ഞങ്ങൾ ആക്കിയ തപ്പുടെ പാലക്കാട് വിളിച്ചോളോ ഇത് ചിന്താക്കാത്തോ ഇത് ചിന്തനാക്കാത്തോ ഒപ്പം പേടിയില്ലാത്തോ പെൺമക്കൾ അവസ്ഥയുണ്ടോ സുഖമാണെന്ന പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങളുടെ പെൺമക്കൾ നിങ്ങൾ മൊബൈൽ കൊടുത്തോണ്ടുള്ളവർ എത്ര വിശദീകരിക്കും ടൈമില്ല സുഖാന കൊടുത്തുള്ള മക്കളെ കണക്കാക്കിക്കൊണ്ടുള്ളവർ മക്കൾ ഗെയിംസ് കളിക്കുന്ന മൊബൈൽ കൊടുത്തോണ്ടുള്ളവർ കൊടുക്കുന്നത് പാപ്പ ഉമ്മായിരിക്കുക ചൊല്ലട്ട നിങ്ങൾ രണ്ട് കയ്യും കരിക്കിട ഒരു കാലഘട്ടമുണ്ട് അപ്പ ഇപ്പഴാ സ്ഥലത്തിന് 100 രൂപ പള്ളിക്ക് 100 രൂപ ദുആക്ക് കാര്യമില്ല മക്കളെ കയ്യിൽ മൊബൈൽ കൊടുത്തുണ്ട കൊടുക്കൊണ്ട് പിന്നെ കൊടുങ്ങണ്ട സുബ്ഹാനല്ലാഹ് ഇപ്പൊ ചെറിയ പഠിക്കുന്ന മക്കളോടൊക്കെ അയ്യോട്ട് മെസ്സേജ് എടുത്ത കാലഘട്ട മുന്നത്തെ പോലെയല്ല ഇപ്പൊ ആ കാലം ചേഞ്ചായി ഉമ്മമാരെ ആ വയസ്സ് ഉമ്മമാരെ അപ്പമാരെ തിരിച്ചോണ്ടിക്കുവാർ അങ്ങനെയുള്ള അപ്പമാരെ ഉമ്മമാരെ അതിനേക്കാൾ ഡബലായി പോയത് കണ്ടോണ്ടുള്ളല്ലേ നോക്കിക്കൊണ്ടുള്ളല്ലേ എന്ത് അവസ്ഥ ഇൽമു പഠിക്കുന്നത് പോലെ ഇന്റതാ എന്തെന്നുള്ള ചിന്തന വന്നോണ്ടുണ്ട്
തിന്നിട്ട് മുണ്ടാണ്ട് ഒന്ന് ചൊല്ലണ്ടേ നിങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരണ്ടേ ആപത്തിൽ പിടിക്കാവാ നിങ്ങൾ പെൺമകൾക്ക് നിങ്ങൾ മൊബൈൽ കൊടുക്കണ്ട കൊടുക്കുന്നെങ്കിൽ മൊബൈലിൽ മുൻപ് അവസരം കൊടുക്കണ്ട ബന്ധങ്ങളെ കൊണ്ടിട്ട് മാപ്പിളെ അപ്പുറത്ത് പറഞ്ഞപ്പ ഇപ്പത്തെ മെസ്സേജ് ആക്കിയോണ്ടല്ലോ ഈ ബാരൊന്ന് കണ്ടുപിടിച്ചാൽ അത് നിങ്ങൾ പഠിപ്പിക്കല ചിലപ്പോ മൊബൈലിൽ മെസ്സേജ് ആക്കുമ്പോ ഒരു ഡ്യൂപ്ലിക്കേറ്റ് മൊബൈൽ നമുക്ക് വിളിക്കണത് എങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് മൊബൈൽ അപ്പം ഇതിൽ മെസ്സേജ് പേരന് നോക്കണമെന്നുള്ളാറ് പറക്കപ്പറകളുള്ളാറ് അത് പേരനിലക്കുള്ള ഫോൺ നിങ്ങൾ പറക്കപ്പറയാവും ഉണ്ടാവില്ല മെസ്സേജ് പോയിക്കൊണ്ടിരിക്കട പിന്നെ കേദിച്ചിട്ട് പുൽക്കുടണ്ട പിന്നെ പുൽപ്പിട്ടിട്ട് കാര്യമില്ല ഞങ്ങളുടെ ആഹ്റവും ദുനിയാവും രണ്ടുമില്ലാണ്ടായി പോകും അല്ലാഹു ഞങ്ങളെ സലാമത്താക്കി തരട്ടെ ചിലപ്പോ ചിലപ്പോ ഈ വലിയ മജ്‌ലിസിൽ മലബന്ധമുണ്ട് അപ്പുറത്തോട്ട് പോയിട്ട് മാപ്പിള നോക്കുമ്പോ എന്തുമില്ല വന്നിട്ട് നോക്കുമ്പോ ആ ഉമ്മ പുൽപ്പിട്ടോണ്ടോ ഭയങ്കര പുൽപ്പിട്ടോണ്ടോ എന്തൊരവസ്ഥ എന്തുമില്ലല്ലേ പുൽപ്പിട്ടോണ്ടോ ആ സന്ദർഭത്തിന് ഈ രാജുയാണ് പാപ്പ ഒരു മൂല പോയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് ആ മൂലല് നല്ല ചന്തമില്ല അറിയില്ല അകായ പിന്നെ അകായ പിന്നെ അകായ പിന്നെ കട്ടിസ്കാരം അകായ പിന്നെ അത് ಬೆದ್ದೆಗೆ ಪುಲ್ಲುವಾದ ಆದ ನಮಗೆ ಬೇಡ ನಂಗೆ ಬೇಡ ಮಾಡಿ ಅಪ್ಪಲಪ್ಪ ನಂಗೆ ಹಾಕೋಣ ನಂಗೆ ಅವತ್ತು ನಿಸ್ಕಿರಿಕೋಣ ಅಲ್ಲಾಹು ತಂದ ನನ್ನ ಸತ್ಕರ ಮಾಡಿ ಅಲ್ಲಾಹು ತಂದ ಆಬಿಯತು ಅದಬಿಯ ಉಮ್ಮರ ಪಾಪ ನಾಲಾಮತ್ತೆ ನೋಡಲ್ಲೇ ಮೂರನೇ ತಿಂಗಳು ಕೊಟ್ರು ಟೆನ್ಷನ್ ಆಗಿಟ್ಟು ಕೊಟ್ರು ಮಗಳು ಬರ ಬಿಟ್ಬಿಟ್ರು ತಾಜಿದಾರೆ ಮದೀನದ ಕಡೆಗಳೇ ಅದ ಈ ಅಪ್ಪತ್ತೆಲ್ಲ ಒದಗಿಯಪ್ಪ ಲೋಕದ ನೇದಾವರಿಗೆ ನಾವು ಕಂಡು ಓ ಅಪ್ಪಮಾರೇ ಉಮ್ಮಮಾರೇ ಟೆನ್ಷನ್ ಹಾಕಂಡ ಮನಸ್ಸಿಗೆ ಬೇಜಾರುಂಡ ಎಂದೆಲ್ಲ ಕಡದೀಡುಗುಂಡ ಎಂದೆಲ್ಲ ಮನಸ್ಸಿನ ಆവശ്ಯಲ್ಲ ಉಂಡ ನಿಮಗೆ ಅದೆಲ್ಲ ಅಲ್ಲ ಪೂರ್ತಿಯಾಗಿ ತರೋಣ ಹಬೀಬಾಯ ಬಿಟ್ಟಂಗಲ ಗಟ್ಟಿ ಬಿಡಿಕೋ ನೀವು ಹಬೀಬಾಯ ಬಿಟ್ಟಂಗಲ ಬಿಡ್ತಂಗಲ ಅಲ್ಲ ನಿಮಗೆ ಕೈ ಬಿಡಲ್ಲ ಹಬೀಬಾಯ ಬಿಟ್ಟಂಗಲ പേരിലെ മൗലൂദല്ല ഓതില്ലെങ്കല ഓ മുഅ്മിനീങ്ങൾ അല്ലാഹു നിങ്ങൾ ഇഷ്ടപ്പെടില്ല നോക്കൂ കേൾക്കൂ ആ ബഹുമാനപ്പെട്ട രാജ്യത്തുൽ അദബിയ ഉമ്മറോ പാപ്പ കിനാവ് കണ്ടപ്പ കിനാവ് കേൾക്കുന്നതല്ല നിങ്ങൾ ടെൻഷൻ ആക്കണ്ട നാലാമത് പെണ്ണായി പോയിട്ടല്ലേ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി നബി തങ്ങൾ ചൊല്ലു ടെൻഷൻ ആക്കണ്ട നാലാമത് പെണ്ണായി പോയിട്ടാ ബേജാറാക്കണ്ട കൊല്ലങ്ങൾ നിശ്ചയമുള്ള പെണ്ണായെങ്കിൽ കഷ്ടല്ല ബാബാക്ക് അയ്യപ്പോണ് ദുഃഖപ്പോണിടണ്ടേ ഇരപ്പോണിടണ്ടേ അത് പെരുത്തിയാക്കിക്കറ ഹബീബായ തങ്ങ ആ പെൺമക്കളുടെ മഹത്വത്തിനൊരു കിതാബേ ഉണ്ടോ ബുഖാരി അധ്യായമേ ഉണ്ടോ ഒരു പെണ്ണിന്നെങ്കിൽ ആ ഔത്തുൽ ബർക്കത്ത് രണ്ട് പെണ്ണിന്നെങ്കിൽ ആ ഉമ്മകും ബർക്കത്ത് ബാപ്പകും ബർക്കത്ത് മൂന്ന് പെണ്ണിന്നെങ്കിൽ
Ibu
വന്നിട്ടാ ഈ മറൂമിൽ വെച്ചിട്ട് ഇബാദത്ത് എടുത്തോണ്ടുണ്ടോ നിസ്കരിച്ചോണ്ടുണ്ടോ ഒരു സൗണ്ട് കേൾക്കുക ആ സൗണ്ട് ഇങ്ങനെ കേൾക്കുമ്പോ ഔത്ത ഒഴുകത്തിന്റെ രാജാവ് പോയിട്ട് വായിൽ ഓപ്പണാക്കി നോക്കുമ്പോ ആ എന്തൊരു കമ്മലുണ്ടോ നല്ല പ്രകാശം എന്തൊരു പ്രകാശമൊക്കെ സുജൂദിൽ കിടന്നിട്ടൊരു പെണ്ണുങ്ങൾ കൊണ്ടുകൊണ്ടു സുജൂദിൽ കിടന്നിട്ടാൽ ദുആർക്കമോ ഓ പാലക്കാട് മക്കളെ അപ്പമാരെ ഉമ്മമാരെ പാലക്കാടോ സുജൂദ് വർക്കെങ്കിലും മോണോ ആ സുജൂദ് കിടന്നിട്ട് റബ്ബിർഹംഹും കമാ റബ്ബുനാ സിഗാറാ സുബ്ഹാനല്ലാഹ് പാപവും അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വലിവാലിദീനാ വൽകലിന ദുആനാ അങ്ങനെ ദുആർക്കണോ കഴിഞ്ഞുപോയ ആദ്യത്തുള്ള ദബിയമ്മ സുജൂദിൽ ഉൾപ്പെടുത്തോണ്ടുണ്ടോ ബേജാറാക്കിയോണ്ടുണ്ടോ ഇത് കണ്ടോണ്ടുണ്ടോ അത് സുബ്ഹാന ജല്ല ജലാലുഹു രാജാവോ മുഖ്യ പ്രഭാഷണം ഇപ്പാട്ട് വല്ല ഞാൻ ഇപ്പാട്ട് ഉപയോഗിച്ചതല്ലോ ഇപ്പാട്ട് ഭാഷ റാബിയത്തുൽ അദബിയ്യ റളിയല്ലാഹു അൻഹാ സുബ്ഹാന ജല്ല ജലാലുഹു അതെന്തായിട്ട് എല്ലാ വിഷയം കേട്ടോ റാബിയത്തുൽ അദബിയ്യ സുജൂദിൽ ബിൽപുട്ടോണ്ട് ബേജാറാക്കിയോണ്ട് വളരെ ബേജാറാക്കിയോണ്ട് ലാസ്റ്റ് സുബ്ഹാന ജല്ല ജലാലുഹു ആ രാജാവ് ചെന്നിട്ടുള്ള റാബിയ ഇതൊരു സാധാരണ റാബിയ അല്ല ഇത് സാധാരണ ഒരു പെണ്ണല്ല നാല് സ്വരപ്പാടനായ പെണ്ണല്ല നാല് ദുആർക്ക് വെച്ചുള്ള പെണ്ണ് രാജാവ് ബിൽപുട്ട് പഠിച്ചവനെ എന്തൊരു സ്വാലിഹായ ഒരു പെണ്ണ് എന്ത് റബ്ബിനെ ഭയപ്പെടുന്ന പെണ്ണ് ഉമ്മമാരെ അങ്ങനെ ആകണോ അങ്ങനെ ആയെങ്കിൽ ഞാൻ നല്ല ദുനിയാവും ആഖിറവും രക്ഷപ്പെടുന്നത് അല്ലാഹു സലാമത്ത് നൽകുമാറാകട്ടെ മക്കളുടെ സ്വാലിഹീങ്ങളാകട്ടെ അല്ലാഹു മക്കളുടെ സ്വാലിഹീങ്ങളാകട്ടെ ഒരു 5 മിനിറ്റ് നിങ്ങളെല്ലാം വെച്ച് തരണോ ഇനിയും ആ മുത്തിനുപരം മതി എത്ര ചൊന്നിങ്ങളൊക്കെ മയ്യാവില്ല പക്ഷെ ടൈമില്ല നിപ്പാട്ടിയോട് തന്നോണ്ടില്ല എത്രമാ ചരിത്ര പക്ഷേ ചൊന്നെങ്കിൽ നാലോടെ കൂടണോ നാലിനൂടെ പറഞ്ഞ ബഹുമാനപ്പെട്ട നൗഫൽ സഖാഫ് ഉസ്താദ് നല്ല പ്രൗഢഗംഭീരമായ പ്രഭാഷണമാണ് അതെന്ത് കേൾക്കുന്നത് കുറിച്ച് എന്ന് വാദത്ത് സുബ്ഹാനല്ലാഹ് എന്തും വാദമുണ്ടോ ഒന്ന് വാദമായിട്ട് നല്ല വാദ കേൾക്കുന്ന കുറിച്ചാവുള്ളൂ അതുകൊണ്ട് എല്ലാത്തിനുള്ള കർമ്മ കൂടണോ സ്വന്തം ഭൂമികളെ റാബിയത്തുൽ അദബിയ്യ ഉമ്മടോ അത്രയും നല്ല പിസത്തിൽ സ്നേഹങ്ങളെ പത്തിരങ്ങളുണ്ട സുബ്ഹാനല്ലാഹ് ഹബീബായ നബി തങ്ങളെ മദ്ദിനെ ചൊല്ലിട്ടോ ഒരു ചരിത്ര ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു ഇതും ചൊല്ലുന്ന പാട്ട് അതാണ് ചൊല്ലുന്നത് ഇത് ലാസ്റ്റ് ചൊല്ലുന്ന ഇതൊന്ന് കട്ടിൽ കേട്ട് ദുആ അസ്സലാമ ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു ആളുകൾക്കുണ്ട സഹാബിയായിരിക്കണ ഹബീബായ നബി തങ്ങളെ മദ്ദിനെ അവർ നല്ല പിസവിച്ചാൽ മഹബ്ബത്ത് വെച്ചാൽ നല്ല നിലക്ക് സ്നേഹിച്ചാൽ നബി തങ്ങളെ കാലത്ത് ഉണ്ടായ സംഭവ ഉമ്മമാരെ കേൾക്കണല്ലേ ഈ ചരിത്ര അൽഹംദുലില്ലാഹ് ജാബിർ റളിയല്ലാഹു അൻഹു ഒരു നാല്
മുസ്ലിം മാത്രമേ നാളെ സ്വർഗത്തിൽ കാണോ. ജാബിറിന് മോഹൻ ചൊല്ലോ, യാ പെണ്ണേ ആട് അറക്കാം, നല്ല സുന്ദരമായ ആടിന് പോലെ ആട് അർത്ഥത്തെ കമ്മത്താക്കിയോണ്ട് പ്രിയപ്പെട്ട പെണ്ണായി ജാബിറിന് മോഹൻ എന്തോ മക്കൾ ഒന്ന് വലിയവണോ ഒന്ന് ചെറിയവണോ. ആ ചെറിയ വലിയ കിടാവ് 10 ഇങ്ങനെ പോയിട്ട് വലിയ കിടാവ് ചുറ്റുമോണോ നിന്റെതാ ഇന്നലെ നീ നോക്കിനെ പാപ്പ ആടർക്കിടത് നോക്കിനെ നോക്കൂ. നിങ്ങൾ നീ കൊണ്ടുള്ള കാട്ടിത്തട്ട കത്തിയെടുത്തിട്ട് ബേജാറാവുക ഉമ്മമാരെ. കത്തിയെടുത്തിട്ട് അതാ വിലയുടെ കത്തുക വെച്ചിട്ട് ആ ചെറിയ നല്ല തെല്ല് വലിയ മോണോ കത്തിയെടുത്തിട്ട് ചെറിയ കിടാവിടെ കത്തിയിട്ടിട്ട് അർക്കവ് തുടങ്ങിയിട്ട് അർക്കിട്ട് ഫുള്ള് ചോരങ്ങനെ പോയിക്കൊണ്ടുണ്ടോ. ഫുള്ള് ചോരായി പോയിട്ട് ഈ വലിയ കിടാവ് ബേജാറായിട്ട് അപ്പറകായിട്ട് ഉമ്മ ഊരത്തുണ്ടോ. ഒന്നായും എന്റെ ഉമ്മ വെക്കല അപ്പറിക്കല ഓടിട്ട് കുട്ടക്ക് ഓടിട്ട് പോകുമ്പോ കാല് ചാടി കീഴ് പോകുമ്പോ ഒരു കല്ല് കടിച്ച് തല വെട്ടി പോയിട്ട് ആ കിടാവിടെ മുട്ടായി പോയിട്ട് ഉമ്മ കിച്ചൻ എന്നോ സൊറാക്കിട്ട് ഹബീബായിട്ട് ഔത്തുക ബന്ധം സീരെല്ലാം മറന്നുപോയിട്ട് എല്ലാം മറന്നുപോയിട്ട് എന്തും നിലപ്പില്ല. ആ സന്ദർഭത്തിലതാ ആ ബഹുമാനപ്പെട്ട മഹദി പത്തിങ്ങനെ പണ്ടു നോക്കുന്ന ചോര കണ്ടുകൊണ്ട് ഇതാവ് തലകത്തിൽ പേരായി എന്തോ അർക്കോ. ഇത് ബേജാറ് ടെൻഷനായിട്ട് ബഹുമാനപ്പെട്ട മഹദി ആ വിലക്കിടാവുകൊണ്ട് നോക്കുമ്പോ നേരെ കുട്ടികളതാ ചാട്ടികളെ കൊണ്ട് തലവശയിലായിട്ടിങ്ങനെ അവിടെ ബേജാറ് കിടാവിടെ പിടിച്ചോട്ട് വന്നു പോകുമോ. എന്നിട്ടും മാപ്പിള പറകായിട്ട് മാപ്പിള ബന്ധമുന്നോ ആ കിടാവിടെ കുലിപ്പായി കപ്പണാക്കിട്ട് തുണിയല്ല ബന്ധ വെച്ചിട്ട് എന്തൊരു പെണ്ണല്ല അങ്ങനത്തെ ഒരു സബറുള്ള പെണ്ണ് നിങ്ങളുടെ കുടുംബത്തിന് ആക്കി തരണ്ടേ അല്ലാ. അല്ലാ എന്തൊരു സബറ് വേണം, എന്തൊരു ക്ഷമ. ആ ചരിത്രം നോക്കുമ്പോ കിതാബുകളും മഹാന്മാർ വിശദീകരണമുണ്ട്. അത് കേട്ട് മഹാന്മാർ കൊണ്ടുകൊടുക്കാറ് അത് കേട്ടവരുടെ അഭിഷേകം എടുക്കില്ല. വിട്ട പോകും ലാസ്ഥാനം വന്ന് ബഹുമാനപ്പെട്ട ജാബിറിന് മോഹൻ വന്നോണ്ടാവും വന്നിട്ടുള്ള ചില കേട്ടായി തന്നെയുള്ള സാധനത്തിലായി ഗമ്മത്തിലായിട്ടാ ആ ഗമ്മത്തല്ല
അങ്ങനെ ഇങ്ങനെ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു യാ റസൂലല്ലാഹ് നബിയേ ആയിട്ടില്ല നബിയേ ജാബിറിന്റെ മക്കളെ ഒന്ന് വിളിക്കോ കേക്കടാ ഓ മുത്തുമുങ്ങിനിങ്ങളെ ആ മഹദിനെ സബർ നോക്കൂ ആ മഹദിനെ ക്ഷമ നോക്കൂ അള്ളാഹുവിന്റെ ഓഫർ നോക്കൂ മുത്തുനബി അവസ്ഥ നോക്കൂ ആ ജിബ്രീൽ അലൈഹിസ്സലാം യാ റസൂലല്ലാഹ് നബിയേ ജാബിറിന്റെ മക്കളെ വിളിക്കോ ജാബിറെ മക്കളുടെ കണ്ടില്ല ഇപ്പൊ കണ്ട് ഇതേ മക്കളുണ്ടോ നമുക്ക് പേടിച്ച് കഴിയുമ്പോ എന്റെ ചൊല്ല അങ്ങനെ മക്കൾ കച്ചവടം മക്കളുടെ പത്ത് കച്ചവടമില്ലേ ആ സന്ദർഭത്തിൽ പോയി യാ റസൂലല്ലാഹ് നബിയേ മക്കളുടെ പത്ത് കച്ചവടം വന്ന കുർസിയിലെല്ലാം മറന്നുപോയത് എല്ലാം മറന്നു നെനപ്പില്ല അത്രത്തോളം മഹത്വത്ത് പെയ്ക്കൊണ്ടല്ലേ ഹബീബായ നബി തന്നെ ചെന്നോ ഉമ്മരെ എങ്ങനെയല്ലോ നബി നാണ് എല്ലാം നല്ല തടിനാൾ വിട്ടു പിന്നെ എല്ലാം നിങ്ങൾ ഇഷ്ടപ്പെട്ട നിന്റെ ഈമാൻ പരിപൂർണ്ണ ഈ ലോകത്തിന്റെ സാർവ നിന്റെ മാത്രമല്ല നിന്റെ തടിയും നന്റെ നീ ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ നീ മുഅ്മിനാവുള്ളൂ ഇത് പഠിച്ച സ്വഭാവം ജാബിർ ചിന്തോ നബിയെ കൽച്ചോള പ്രാർത്ഥിക്കണോ പിന്നെ നബിയെ മക്കളെ വിളിക്കൂ ജാബിറിന്റെ മക്കളെ വിളിക്കോ മക്കളെ നാശാക്കില്ല വെച്ചിട്ട് അങ്ങനെ മക്കളെ കൂട്ടപറഞ്ഞു പോണ്ടേ അങ്ങനതാ എന്റെ പ്രിയപ്പെട്ട സഹധർമ്മിനി എവിടെടി മക്ക ഏത് ഗ്രൗണ്ടുള്ള 10 അടി 7 മക്കൾ എന്റെ പിടിച്ചപ്പെട്ട മക്ക കഞ്ഞിട്ട് പോയിട്ട് ചെന്നാലും കൊടുത്തില്ലെങ്കിൽ തക്ക് വറക്ക് മണ്ടില്ലല്ലടി എവിടെ പോയത് മക്ക നേതാവ് വിളിച്ചുകൊണ്ട് നഷ്ടാക്കിയോണ്ടില്ലടി എന്താക്കടേണ്ടി കേൾക്കുമ്പോ ആ ഉമ്മ തലകീഴാക്കി ചൊല്ലോ ഓ പ്രിയപ്പെട്ടതിന്റെ മാപ്പിള നിങ്ങൾ ബേജാറാക്കണ്ട രാജാവ് നാളെ മക്കളെ വിളിച്ചിരോ അപ്പുറത്തേക്ക് പോകാൻ വെട്ടികൾ അരികെ പിടിച്ചിട്ടും കൊണ്ടുള്ള അട്ടഹാസല്ല അപ്പമേ അത് മറന്നുപോയിട്ട് ശീല പോയിട്ട് എന്റെ മക്കൾ രണ്ടും മൂത്തായി പോയിട്ട് അപ്പച്ചോണ്ടോ ആര് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന ചോദിച്ചു യാ റസൂലല്ലാഹ് ആ മക്കളെ പോയി നിങ്ങളെ പോയി വിളിക്കുന്നു നബിയേ നിങ്ങളെ പോയി വിളിക്കുമ്പോ നേതാവ് എഞ്ചിത്ത് റൂറുക പോയിട്ട് റൂറുകതാ പതല്ല വീട്ടിൽ വന്നുണ്ടെങ്കിൽ സൈനിക വെച്ചത് പോയിട്ട് വിളിക്കണ
ബുഖാരി റിപ്പോർട്ട് ആക്കിയത് കിതാബ് വ്യക്തമായിട്ടുള്ളത്. ഓ മുഅ്മിനീങ്ങളെ, ഹബീബായ നബി തങ്ങളെ പിടിച്ചങ്ങ സ്വത്തുപോയിട്ടില്ല. എവിടും സ്വന്തം ചരിത്രമില്ല ഉമ്മമാരെ. ആ മുത്തിന് പിടിക്കമാ പിടിച്ചങ്ങനെ പേടിക്കൊണ്ടില്ല. കണ്ടാൽ നഷ്ടാക്കിയാൽ മക്കളെ ബാലികളെ കൊടുത്തിട്ട് പുഞ്ചിരിച്ചിട്ട് വാർന്നിട്ട് പിന്നാലികൾക്ക് വല്ലാത്തൊരു സന്തോഷമായി പോയിട്ട് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ഇത് അയ്മകൊല്ലമാണ് ചരിത്രമല്ല. ഇത് ഇപ്പൊ ആയാത്രൊന്നും ഞങ്ങൾക്ക് കേട്ട് ഇത് ഞങ്ങൾക്കും ഇത് ബാധകമായി ഞങ്ങൾ ആ മുത്തനെ സ്നേഹിക്കുക. കാണ്ടില്ലേ എങ്ങനെ കമ്പ്യൂട്ടറിങ് നല്ല ഉഷാറാക്കിയാറ് നല്ല ചന്താക്കിയാറ്. എന്തുകൊണ്ട് അങ്ങനെ ഗുരുതുണ്ടോ ഹബീബായ നബി തങ്ങൾ നേതാവിടെ സന്തോഷിക്കണോ ലൈറ്റിംഗ് ആക്കണോ അത് ഇമാമിനെ എഴുതി വെച്ചിറാറ്. പക്ഷേ പ്രിയപ്പെട്ട മുത്തുമുമിനികളായ നല്ലവരായ കമ്പ്യൂട്ടറിനോടും ചിലപ്പോൾ പത്രികയുണ്ടായിട്ട് അങ്ങനെ ചിലപ്പോ ഹദീസിലൊക്കെ കേട്ടിട്ടിരിക്കല. മാഷാ അല്ലാഹ് ഇപ്പെങ്കിലും കേട്ടാൽ ഇനി അങ്ങ് എല്ലാ ഇറായത്തെ എല്ലാം റബ്ബിനവർ ഒന്നുകെ ആ മുത്തുനബിയെ മിഞ്ചടിയ നല്ല നല്ല ബന്ധവും പിന്നെ നല്ല ഡെക്കറേഷൻ ആക്കുന്നത് ഇത് ഇന്ത്യന്നലെ വന്നതല്ല. ഹിജ്റ വന്നല്ലോ ജീവിച്ച ഒപ്പാത്തായി പോയ മഹാന്മാർ അതിലെ കിതാബ് എഴുതി വെച്ചതാൽ അവരുടെ ക്വസ്റ്റ്യൻ കേട്ടല്ലെങ്കിൽ അങ്കമാൻ കേട്ടാൽ ഇത് ജായിസിന്റെ കിതാബ് എഴുതി വെച്ചാൽ ഇത് ആക്കലെന്നാൽ ആക്കത്ത് ശഫാത്തുണ്ടെന്ന് ചെന്നാൽ ഇത് സഹായാക്കളെ അല്ല കൈവിടില്ലാണ്ട് ചെന്നാൽ ഇമാമെ കിതാബ് എഴുതി വെച്ചാൽ ഇത് നിഷേധിക്കണോ. സുബ്ഹാനല്ലാഹ് കോരുടെ തീയങ്ങനെ തിന്നിട്ട് തീർക്കടാ. അതുപോലെ നസിഞ്ഞിട്ട് കൊണ്ടാ വിരോധിച്ചിരണ്ട മോഹിനിങ്ങളെ ഹബീബായ നബി തങ്ങളെ പിസ്സാക്കോ സ്നേഹിക്കോ മഹബത്ത് കരോ ദുനിയാവും ആഖിറവും രണ്ടും രക്ഷപ്പെടുക. നോക്കറോ അയിമക്ക് നോക്കറോ സബൂറാന്റെ പേരല മുത്തുനബിയെ സ്നേഹിച്ചതിന്റെ പേരല സുബ്ഹാനല്ലാഹ് ദുനിയാവും കിട്ടിപ്പോയിട്ട് ആഖിറവും കിട്ടിപ്പോയിട്ട് അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഇത്ര കേട്ടത് ഈ കേട്ടിരുന്നു അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നാലാമത്തെ മുൻകൂർ പറഞ്ഞ് അത് വിഷയം വേറെ. എല്ലാവരും നാളെ നിങ്ങൾ മാത്രമല്ല നിങ്ങൾക്ക് വേറെ നാളെ നല്ല മഴ കർത്താവുടെ രീതി ചിലപ്പോൾ ഇതിന്റെ അത്തായിലെ മനസ്സിലാക്കിക്കുവാൻ കേട്ടയും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നാളെ മണ്ണിലുണ്ടാകട്ടെ. നാളെ വേഗം എല്ലാം പറഞ്ഞു കൂടണോ സഹകരിക്കണോ സമ്മാനമാണോ ദുആ കൊണ്ട് വസിയത്താക്കിയാൽ വേറെ ചൊല്ലുകൊണ്ടോ എല്ലാവരും ഇഖ്ലാസ് തെല്ല് നിൽക്കണം വിചാരിക്കണം. കഷ്ടമാണ് തെല്ല് നിൽക്കണം വിചാരിക്കണം. മല പറഞ്ഞാൽ തെല്ല് 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 നിൽക്കണം. അള്ളാഹു അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. എന്തൊരു നല്ല ദുനിയാവും റബ്ബ് നിങ്ങൾക്ക് സലാമത്താക്കിയിട്ട് റാഹത്തും സന്തോഷവും നൽകുമാറാകട്ടെ. നാളെ മഗ്രിബ് നിസ്കരിച്ചിട്ട് നല്ല ഭാര്യ ഗമ്മത്തും അപ്പൊ ആ ഗമ്മത്തും ആ വൃദ്ധ മജലിസ് കേൾക്കും അല്ലെ. അത് പണ്ട് പാടും വരെ വന്ന് ആശിക്കും